രാവിലെ നിങ്ങൾ ഗോൾഡ് വാങ്ങിയപ്പോൾ $1862 വില, വിൽക്കാൻ ചെന്നപ്പോൾ $1872 വില. തമ്മിലുള്ള വ്യത്യാസം $10. $62 $72 തമ്മിലുള്ള വ്യത്യാസം $10. $10 മൂവ്മെന്റ് നമുക്ക് ലാഭമായി കിട്ടിയാൽ 10 ഇൻറ്റു ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 100 പീസസ്. ഇപ്പൊ 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ $1000. ഒരവസരം ലാഭകരമായി ഒരവസരം കിട്ടിയാൽ ആ ലാഭത്തിൽ $10 ലാഭമേ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമുള്ളൂ വിചാരിക്കുക. $1000 ലാഭമാണ്. ഗോൾഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പരീക്ഷിച്ചപ്പോൾ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ കണ്ടു, ചുരുങ്ങിയത് $30, $40, $25 ഒരു ദിവസം മൂവ് ചെയ്യുന്നുണ്ട്. 25 വേണ്ടെന്നേ, വെറും $10 മൂവ്മെന്റ് നമ്മൾ പോക്കറ്റിലേക്ക് ക്യാഷ് ചെയ്താൽ മതി. ഉറപ്പുള്ള ദിവസങ്ങൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നവർക്ക് $1000. ഇതുപോലെ എല്ലാ ദിവസവും എടുക്കൊന്നും വേണ്ട. മാസത്തിൽ 3 അവസരം, ഒരുപാട് വേണ്ടെന്ന്. 3 അവസരം മാസത്തിൽ എടുത്താൽ $3000. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ $3000 നമുക്ക് ലാഭം കിട്ടിയാൽ സുഹൃത്തുക്കളെ ചെറിയ പൈസയാണ് അത്. $3000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 2.5 ലക്ഷം രൂപ. നിങ്ങളുടെ മുഖ്യമായ വരുമാന മാർഗം, നിങ്ങളുടെ മുഖ്യമായ ജോലി, തൊഴിൽ മേഖല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഈ പറഞ്ഞ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഈ പറഞ്ഞ വരുമാനം കിട്ടുന്നുണ്ടോ? എത്ര സമയം ചെലവഴിച്ചിട്ട്? ഞാൻ വീണ്ടും പറയുന്നു, 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ ഇത് പൈസ ഉണ്ടാക്കുകയല്ല ചെയ്യുക, പൈസ നഷ്ടപ്പെടുകയുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ നിങ്ങൾ എത്ര വിദഗ്ധനായിട്ടും കാര്യമില്ല, പൈസ പോകുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഗോൾഡിന്റെ കാര്യമാണ് തൊട്ടു മുമ്പ് ഉദാഹരണം പറഞ്ഞതെങ്കിൽ മറ്റു പ്രൊഡക്റ്റ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണോ? ചെറിയ മാറ്റമുണ്ട്. ഒരു ലോട്ട് യൂറോ എന്ന് പറഞ്ഞാൽ €1,00,000 എന്നാണ്. എങ്ങനെ? ഒരു ലോട്ട് യൂറോ എന്ന് പറഞ്ഞാൽ €1,00,000 എന്ന് പറഞ്ഞാൽ, ഒരു ബാഗ് യൂറോ എന്ന് പറഞ്ഞാൽ ആ ബാഗിനകത്ത് €1,00,000 ഉണ്ടെന്ന്. കറൻസികളൊക്കെ അങ്ങനെയാ. ഒരു ലോട്ട് ബ്രിട്ടീഷ് പൗണ്ട് എന്ന് പറഞ്ഞാൽ 1,00,000 ബ്രിട്ടീഷ് പൗണ്ട്. 1,00,000 ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ 1,00,000 ജാപ്പനീസ്. ലോട്ട് എന്ന് പറഞ്ഞാൽ 1,00,000 ആണെന്ന്. അതുകൊണ്ട് കണക്ക് കൂട്ടാനോ എളുപ്പമാണ്. എന്തെങ്കിലും കണക്ക് നോക്കൂ. യൂറോയുടെ കാര്യത്തിൽ രാവിലെ നമ്മൾ 2 പ്രൈസുകൾ കമ്പയർ ചെയ്യാണ്. രാവിലെ ഉദാഹരണത്തിന് ഒരു ലോട്ട് യൂറോ എന്ന് പറഞ്ഞ 1,00,000 €1,00,000 ഇൻറ്റു €1 വില. ശ്രദ്ധിക്കണേ, €1 വില $1.1100. €1 വാങ്ങണമെങ്കിൽ നമ്മൾ എത്ര ഡോളർ കൊടുക്കണം? €1 വാങ്ങണമെങ്കിൽ $1.1100 കൊടുക്കണമെന്നാണെങ്കിൽ €1,00,000 വാങ്ങാൻ വേണ്ടി $1,11,000 കൊടുക്കേണ്ടി വരും. $1,11,000 കൊടുത്താലാണ് €1,00,000 കിട്ടുള്ളൂ എന്ന്. അതാണ് ഈ പറഞ്ഞ കണക്കില്. പ്രൈസ് ഇൻഡെക്സ് പോയിന്റ്, പിപ്പ് എന്ന് പറയുന്നത് യൂറോയിൽ എങ്ങനെയാണ് കണക്ക്? 1.1100 എന്നത് വില മാറി 1.1101 എന്നതിലേക്ക് വില മാറിയാൽ തമ്മിലുള്ള വ്യത്യാസം 0.0001. 1.1101 എന്ന വിലയിലേക്ക് മാറണം. ഏതിൽ നിന്ന്? $1.1100. അപ്പോ വ്യത്യാസം 0.0001. അതിനാണ് ഒരു പിപ്പ് എന്ന് പറയാ. 4th ഡെസിമൽ പോയിന്റിൽ ഒരു പോയിന്റ് മാറുന്നതിനെയാണ് ഒരു പിപ്പ് എന്ന് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ലാഭവും നഷ്ടവും എങ്ങനെ വരിക എന്ന് കണക്കൂട്ട് നോക്കൂ. പ്രൈസ് ഓഫ് യൂറോ കണക്കൂട്ടുക. രാവിലെ പ്രൈസ് ഓഫ് യൂറോ, €1 വാങ്ങണമെങ്കിൽ $1.1100 കൊടുക്കണമെന്നായിരുന്നു രാവിലത്തെ വില. വൈകുന്നേരമായപ്പോഴേക്ക് €1 വാങ്ങണമെങ്കിൽ $1.1200 വില. എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ $1.1100 യൂറോ വാങ്ങിയെങ്കിൽ വൈകുന്നേരം നിങ്ങൾ വിൽക്കാൻ ചെന്നപ്പോൾ അത് വിറ്റപ്പോൾ നിങ്ങൾക്ക് $1.1200 കിട്ടിയെങ്കിൽ അതുകൊണ്ടുള്ള വ്യത്യാസം $0.0100. $0.0100. നോക്കൂ, പോയിന്റിന് ശേഷം 0ന് വിലയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ? $0.01 എന്ന് പറഞ്ഞാൽ 1 സെന്റ് എന്നാണ്. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തമായി കച്ചവടം ചെയ്തിട്ട് $1 പോലും ലാഭം കിട്ടുന്നില്ല. 1 സെന്റ് ലാഭമെന്ന്. $1 എന്ന് പറഞ്ഞാൽ 85 രൂപയാണെങ്കിൽ 1 സെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 85 പൈസ കിട്ടുമെന്ന്. ഏത്? ഒരു ദിവസം മൊത്തം കച്ചവടം ചെയ്തിട്ട് 85 പൈസ കിട്ടിയാൽ സുഹൃത്തുക്കൾ, ഞാനോ നിങ്ങളോ ആര് തന്നെയാണെങ്കിലും ഒരു ദിവസത്തിലെ കച്ചവടത്തിൽ വെറും 85 പൈസ കിട്ടിയ ലാഭം ഉണ്ടാക്കുമോ? അത് സന്തോഷപരമാരാക്കുമോ? ഹലോ,
ആരുമില്ലേ? ഹാപ്പിയാണോ അല്ലയോ എന്ന്? 85 പൈസ ഹാപ്പി അല്ല സുഹൃത്തുക്കളെ. 85 പൈസ എന്ന് പറയുന്ന ഈ പറഞ്ഞ മൂവ്മെന്റ് കിട്ടിയാലുണ്ടല്ലോ, നിലവിൽ കച്ചവടം ചെയ്യുന്ന കസ്റ്റമേഴ്സ് എടുത്തു ചാടും, തുള്ളിച്ചാടും, ആഘോഷം കൊണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താ? ഞാൻ ഈ പറഞ്ഞ കണക്ക് 1 യൂറോയിലാണ്, ഒരേ 1 യൂറോയില്. പക്ഷെ കച്ചവടം ചെയ്യുന്നത് എത്രയാ? 1 യൂറോ അല്ല, ഒരു ലോട്ടാണ്, ഒരു ബാഗ് നിറയാണ്. ഒരു ബാഗ് എന്ന് പറഞ്ഞ എത്രയാ? 1 ലക്ഷം. അപ്പൊ 1 ലക്ഷം ഇൻറ്റു $0.01 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ $1000 ലാഭം. ഒരു ദിവസത്തെ ലാഭം, ഒറ്റ കച്ചവടത്തിലെ ലാഭം $1000. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലോട്ട് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ലാഭം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഏത് ദിവസത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം പോലും എല്ലാ ദിവസവും കച്ചവടം ചെയ്യണം, എല്ലാ ദിവസവും ലാഭം ഉണ്ടാക്കണം എന്നല്ല. ഒരു മാസത്തിൽ ഉറപ്പുള്ള ദിവസങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. അടുത്ത സെന്റൻസ് അതാണ്. അടുത്ത ടോപ്പിക് പഠിപ്പിക്കാൻ വന്നു, എങ്ങനെ 100% ഉറപ്പുള്ള അവസരം കണ്ടെത്താം. ഇത് സാധ്യതകളല്ല സുഹൃത്തുക്കളെ. ഒരു സാധ്യതയ്ക്ക് നമ്മൾ കച്ചവടം ചെയ്യില്ല. സാധ്യതകൾ പൊക്കോട്ടെ, നമ്മളുടെ വിഷയമല്ല. ഉറപ്പുള്ളതിനെ കളയരുത്. ഉറപ്പുള്ളതിനെ കളയാതിരിക്കാൻ എന്ത് ചെയ്യണം? 5 മിനിറ്റിലേക്ക് നിങ്ങളെ ചുരുക്കണം. 5 മിനിറ്റിൽ പോയോ സാധ്യതകളൊക്കെ നിങ്ങൾ തേടി പിടിക്കും. ഉള്ള സാധ്യതകളൊക്കെ കണ്ടെത്തുകയും ഉള്ള കയ്യിലെ പൈസ പോവുകയും ചെയ്യും. ഉറപ്പുള്ളതിനെ മാത്രം തെരഞ്ഞു പിടിക്കുക. 5 മിനിറ്റ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മാസത്തിൽ 3 അവസരങ്ങൾ, $3000 തുല്യമായ വരുമാനം ധാരാളം മതിയെന്ന് സുഹൃത്തുക്കളെ. ഈ കണക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞു പോകേണ്ടതാണ്, എങ്ങനെയാണ് 100% ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുക. അതില്ലാതെ കച്ചവടം എന്ന മേഖലയിലേക്ക് ഇറങ്ങാനേ പാടില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നത് 100% ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെ, അതിലേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു റൂള് പഠിപ്പിച്ചിരുന്നു. മൂവിങ് ആവറേജ് എന്നതിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പ്, മൂവിങ് ആവറേജിന്റെ താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അത് 14ഉം 21ഉം ഉണ്ടെങ്കിൽ അതൊരു ക്രോസ് കോമ്പിനേഷനും പറഞ്ഞു തന്നു. ഒറ്റ റൂളിനെ വെച്ചുകൊണ്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ തിയറി പഠിപ്പിച്ചത് കുറച്ച് ദിവസം മുൻപാണ്. തിയററ്റിക്കലി ഞാൻ പറഞ്ഞു തന്നത് ഡേ 1 ഒന്നാമത്തെ ദിവസം. ഇന്ന് നമ്മൾ 6ാമത്തെ ദിവസമാണ്. 5 ദിവസം മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു നിയമം, ആ ചുവന്ന വരയുടെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണ്, വില മുകളിലേക്ക് പൊക്കോളുന്നു. അന്ന് തിയറി മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയിൽ വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങിയവർ, ഇതിന്റെ മുകളിൽ കടന്നിട്ട് വാങ്ങിയവർ കൃത്യമായി വില മുകളിലേക്ക് പോയപ്പോൾ ഇപ്പോഴും ഇത് മുകളിൽ നിൽക്കുമ്പോൾ ലാഭത്തിലാണ്. ആ റൂള് സൂചനയാണിത്. ഉറപ്പാണോ? അല്ല. ഇക്കണ്ടത് ഉറപ്പല്ലെന്ന്. ഉറപ്പുള്ളത് കണ്ടു. സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ ഇച്ചിമൂക്കോ അല്ലെങ്കിൽ ക്ലൗഡ് എന്ന ടൂളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസന്റ് ചെയ്തു പോകുന്നത്. അതിനുശേഷമാണ് മറ്റ് മൂവിങ് ആവറേജിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ക്ലൗഡ് ആദ്യം സെറ്റ് ചെയ്യാം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. ഞാൻ ഒന്ന് സെറ്റ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിയമം പഠിപ്പിച്ചത് വളരെ സിമ്പിൾ ആയിട്ടാണ്, ക്ലൗഡിനെ അടിസ്ഥാനമാക്കി പറഞ്ഞത്. സ്ക്രീനിൽ മൂവിങ് ആവറേജ് ഉണ്ട്, അവിടെ നിന്നോട്ടെ. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ക്യാൻഡിൽസ് കാണാം ക്ലൗഡിന്റെ താഴെ. അതിനുശേഷം ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിൽ കടന്നു. എപ്പോഴാണോ ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിൽ കിടക്കുന്നത് ട്രെൻഡ് അപ്പാണ്, വില മുകളിലേക്ക് പോകുമെന്ന്. ഇതാണ് പറഞ്ഞത്, നിയമം പറഞ്ഞത്. ഇത് സാധ്യതകളാണ്, പോസിബിലിറ്റീസ്. ഇങ്ങനെ മുകളിലേക്ക് പോയേക്കും, പോകുമെന്ന് ഉറപ്പായില്ല. അപ്പൊ നമ്മൾ പോകുമെന്ന് സാധ്യതയുള്ളതിനെ കണ്ടെത്തിയിട്ട് കച്ചവടം ചെയ്യണോ, അത് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളതിനെ മാത്രം കച്ചവടം ചെയ്യണോ? ഹലോ, ആരുമില്ലേ? ഉറപ്പുള്ളതിന് മാത്രം ഉള്ളതിനെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനുള്ള ക്ഷമ കാണിക്കണം. അതിനൊരു നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു പ്രവർത്തനമാണ്. മണിക്കൂർ പ്രകാരം ഒരു പുതിയ ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ പ്രകാരം ക്ലൗഡിന്റെ താഴത്തേക്കോ ഏതോ ദിശയിലേക്ക് പുതിയൊരു ക്യാൻഡിൽ തുറക്കുമ്പോൾ മാത്രമാണ് കച്ചവടം എടുക്കുള്ളൂ.
അങ്ങനെ മുകളിലേക്ക് തുടങ്ങിയ ക്യാൻഡിലോ താഴത്തേക്ക് കൊടുത്ത ക്യാൻഡിലോ അതിന്റെ നിറം ചുവപ്പാണോ പച്ചയാണോ നോക്കി തീരുമാനം എടുക്കില്ല. കാരണം നമ്മളെ ലൈവ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും, സമയാസമയത്തിന് നിറം മാറിക്കൊണ്ടിരിക്കും. ഒരു ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണെന്നാണെങ്കിൽ മണിക്കൂർ ബേസുള്ള ക്യാൻഡിലാണ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. ഇത് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉടനെ H4 4 മണിക്കൂർ എന്ന ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യണം. 4 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ അപ്പൊ നമ്മൾ രണ്ടാമത്തെ കൺഫർമേഷൻ ആണ് ട്രെൻഡ് അപ്പാണെന്ന്. അങ്ങനെ മണിക്കൂർ പ്രകാരവും 4 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിലും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് 30 മിനിറ്റ് ക്യാൻഡിൽ പോയി ക്ലിക്ക് ചെയ്യണം. 30 മിനിറ്റ് ക്യാൻഡിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ മൂന്നാമത്തെ കൺഫർമേഷൻ ആണ് 30 മിനിറ്റ് ക്യാൻഡിൽ കേട്ടോ. ഉടനെ 30 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയപ്പോഴും ക്ലൗഡ് മുകളിലേക്കാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യണം. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോഴും ക്ലൗഡിന്റെ മുകളിലേക്കാണെങ്കിൽ 100% ഉറപ്പെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ സമയക്രമം കുറിക്കണം. ഇത് അതേ ക്രമത്തിലേ നോക്കാവുള്ളൂ. എപ്പോഴും നമ്മളുടെ സ്ക്രീനിൽ മണിക്കൂർ ബേസുള്ള ക്യാൻഡിലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ഒന്നാമത്തെ നിയമം. മൂവിങ് ആവറേജ് ആണെങ്കിലും ക്ലൗഡ് ആണെങ്കിലും ഒരേ നിയമം. എപ്പോഴും നമ്മൾ ഏത് കാലഘട്ടത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി ഇനീഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മണിക്കൂർ ബേസുള്ള ക്യാൻഡിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊന്നും ഉണ്ടാകരുത്. അങ്ങനെ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ നോക്കിയപ്പോൾ ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ എവിടെയോ ആണെങ്കിലേ കച്ചവടം എടുക്കുള്ളൂ. ഫ്രഷ് ന്യൂ ക്യാൻഡിൽ. ഏത് നേരത്തെ എവിടെയോ മുകളിലേക്ക് പോയത് ഇത് കാണുമ്പോൾ ഇപ്പോൾ തീരുമാനം എടുക്കില്ല. ക്ലൗഡിൽ നിന്ന് ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് ഫ്രഷ് ന്യൂ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ മാത്രം തീരുമാനം എടുക്കുന്നു. അങ്ങനെ ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ പുതിയ ക്യാൻഡിൽ തുറന്നു എന്ന് വിചാരിക്കുക. അതിനടിസ്ഥാനമാക്കി തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്ത്? അതാണ് ഉറപ്പിക്കുക എന്ന പ്രോസസ്സിലെ അതാണ് തീരുമാനം. എന്ത്? ഉടനെ H1 അതിൽ നിന്ന് മാറി H4 4 മണിക്കൂർ കുറിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. 4 മണിക്കൂർ ക്യാൻഡിൽ മാത്രമേ നോക്കാവുള്ളൂ. 4 മണിക്കൂർ പ്രകാരം ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ ഉടനെ 30 മിനിറ്റ് ക്യാൻഡിൽ 30 മിനിറ്റിലും ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണ്. എപ്പോൾ? ആ ഫ്രഷ് ക്യാൻഡിൽ മണിക്കൂർ ബേസ് തുറന്ന സമയത്ത് അതേ സെക്കൻഡിൽ, പിന്നെയല്ല ആ സെക്കൻഡിൽ ക്ലൗഡിന്റെ മുകളിലാണ്. 30 മിനിറ്റ് എങ്കിൽ ഉടനെ 15 മിനിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. 15 മിനിറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴും ക്ലൗഡിന്റെ മുകളിലാണെങ്കിൽ 100% ഉറപ്പെന്ന്. എത്ര സമയം എടുക്കും? അത് എപ്പോഴും നോക്കുക. സമയം ഞാൻ വരുന്നുണ്ട്. സ്പെസിഫിക് ആയ സമയം. ഇത്ര പുതിയ ക്യാൻഡിൽ തുടങ്ങി, കണ്ടു, ഫ്രഷ് ആണ്, മുകളിൽ തുടങ്ങി, ട്രെൻഡ് അപ്പാണ്, ഉറപ്പിച്ചു. ഉടനെ H4 M30 M15 ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ഇത്രേ സമയം എടുക്കുള്ളൂ. നോക്കി ആലോചിച്ച് കണ്ടുപിടിക്കാണ്ടോ? ഇല്ല, ഒറ്റ നോട്ടത്തിൽ കാണും. എന്ത്? ശാസ്ത്രീയമായി ഒന്നും കണ്ടുപിടിക്കാനില്ലെന്ന്. ക്ലൗഡിന്റെ മുകളിലാണോ താഴെയാണോ ഇത്രയേ ഉള്ളൂ. അതൊരു നോട്ടത്തിൽ കാണില്ലേ? ചില ആള് ഞാൻ നോക്കി കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാൻ എന്താ അവിടെ ഉള്ളത്? ഒന്നും കണ്ടുപിടിക്കാനില്ലെന്നേ. അവിടെ നോക്കിയാൽ കാണും. പിന്നെ എന്താ അവിടെ കണ്ടുപിടിക്കാൻ? മുകളിലാണോ താഴെയാണോ ഇത്രേ തീരുമാനമുള്ളൂ. റൂൾ ഇതാണ്. വീണ്ടും H1 എന്നത് മാത്രമേ എല്ലാ സമയത്തും നോക്കാൻ പാടുള്ളൂ. തമാശയ്ക്ക് പോലും M15 M5 H1 ഇതൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലിക്ക് ചെയ്യരുത്. ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ മറ്റ് ടൈം ഫ്രെയിം ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലോ താഴെയോ കടന്നു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് ഫുൾ ടൈം നോക്കണ്ട, 5 മിനിറ്റ് മതി. കണ്ടാൽ ഉടനെ ഉറപ്പെന്ന് കൺഫേം ചെയ്യാൻ H4 M30 M15 ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ഇത്രേ പരിപാടിയുള്ളൂ. വൈസ് വേഴ്സ. ഒരു മണിക്കൂർ ക്യാൻഡിൽ ക്ലൗഡിന്റെ താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ ആണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി H4 ആദ്യം, പിന്നെ M30 M15 എല്ലാം താഴത്തേക്കാണ്. അവിടെ 100% ഉറപ്പ്. 100% സംശയമല്ല, സാധ്യതകളല്ല, 100% ഉറപ്പ്. ഇതാണ് അതിന്റെ പോസിബിലിറ്റി. അത് തന്നെയാണ് അതിന്റെ കൃത്യമായ നടപടിക്രമം നമ്മൾ നടത്തി പോകേണ്ടതും. വളരെ സിസ്റ്റമാറ്റിക്കായി ഫോളോ ചെയ്യണം സുഹൃത്തുക്കളെ. ഒരു തരത്തിലും നിങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി ശ്രദ്ധിക്കുക. 100% അല്ലാത്ത അവസരമുണ്ട്. അതെന്താണത്? മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലാന്ന് വിചാരിക്കുക. ഉടനെ H4 ക്ലിക്ക് ചെയ്തു. 4 മണിക്കൂർ ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലൗഡിന്റെ താഴെയാന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് ദിശയിൽ. ക്ലൗഡിന്റെ മുകളിൽ ആദ്യത്തെ ക്യാൻഡിൽ ആവണം. ഫസ്റ്റ് ക്യാൻഡിൽ ഏത് മണിക്കൂർ ബേസ് ഉള്ളതിൽ. പക്ഷെ 4 മണിക്കൂറിൽ ഫസ്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. 4 മണിക്കൂർ ക്യാൻഡിൽ ചിലപ്പോൾ 5-മത്തോ 6-മത്തോ മുകളിലായിരിക്കാം. 15 മിനിറ്റിന്റെയും 30-ന്റെയും ക്യാൻഡിൽ ക്ലൗഡിൽ നിന്ന് ഫ്രഷായി ആദ്യമായി തുറന്നതാവണമെന്നില്ല. മണിക്കൂർ ബേസ് ഉള്ള ക്യാൻഡിൽ ക്ലൗഡിൽ നിന്ന് മുകളിലേക്കോ താഴത്തേക്കോ ഫ്രഷ് തുറക്കുന്നത് കണ്ടാൽ ചെയ്യേണ്ട റീകൺഫർമേഷൻ. അപ്പൊ താഴെയാണ് കടന്നതെങ്കിൽ
H4 ക്ലിക്ക് ചെയ്തു, M30 ക്ലിക്ക് ചെയ്തു, M15 ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ടൈം ഫ്രെയിം ഓപ്പോസിറ്റ്. അത് H1 താഴെ, H1 മണിക്കൂർ ബേസ് ഉള്ളത് താഴെ, H4 ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിലാന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റായി. M30യും M15ഉം താഴെ, ഇപ്പൊ 3 എണ്ണം താഴത്തേക്ക്, ഒരെണ്ണം മുകളിലേക്ക്. 75% ഉറപ്പെന്ന് പറയും. സാധാരണ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നവർ ഒന്നിൽ നിന്ന് വെട്ടിച്ചുരുക്കി 0.1 ലോട്ടിലേക്ക് കൊടുക്കാം, 10%. സാധാരണ 10 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 10ന് പകരം 1 ലോട്ടിലേക്ക് കച്ചവടത്തിന്റെ ക്വാണ്ടിറ്റി വെട്ടിച്ചുരുക്കണം. കാരണം എന്താ? ഉറപ്പില്ല. 75% ഉറപ്പെന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്താണെന്നറിയോ? 25% റിസ്ക് ഉറപ്പാണെന്നും. അങ്ങനെയില്ല അർത്ഥം. 75% ഉറപ്പെന്ന് പറഞ്ഞാൽ ബാക്കി 25 എവിടെ പോയി? ന്യൂട്രലാണോ? അല്ല. 25% നഷ്ടം ഉറപ്പെന്നുമുണ്ട്. നമ്മളത് വെക്കണം. അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ പൈസ, അതിലാദ്യത്തിലേക്ക് പോകണ്ട. നിങ്ങൾ തുടക്കഘട്ടത്തിൽ റിയൽ ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ നിശ്ചിതമായ വളർച്ച ഉണ്ടാക്കിയതിന് ശേഷം ഇത്തരം അവസരങ്ങൾ എടുക്കാം. അത് സെക്കൻഡറി ഭാഗമാണ്. പ്രൈമറി ഭാഗത്ത് ഒരിക്കലും ചെയ്യരുത് സുഹൃത്തുക്കളെ. അടുത്തത് മൂന്നാമത്തെ സിനാരിയോ ഒരിക്കലും കച്ചവടം ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ അറിയോ? H1 എന്നത് ക്ലൗഡിന്റെ മുകളിൽ, H4 നോക്കിയപ്പോഴും ക്ലൗഡിന്റെ മുകളിൽ, 2 എണ്ണം മുകളിൽ, 2 എണ്ണം താഴത്തേക്ക് കാണിക്കുന്നു. 50-50 എന്ന്. ടോസിനും പോലെയാണ്. നമ്മളിങ്ങനെ ഗ്യാമ്പിളിംഗ് എന്ന് പറയുന്നതിന് നെവർ എവർ സംഭവിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ഭാഗത്ത് ആ തീരുമാനം ഉണ്ടാവരുത്. നാലാമത്തെ സിനാരിയോ അതും നെവർ ട്രേഡ് ആണ്. എന്ത്? H1 മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ക്ലൗഡിന്റെ മുകളിലോ താഴെയോ ഫ്രഷ് ആയി തുടങ്ങി, മണിക്കൂർ പ്രകാരം. ബാക്കി 3 ടൈം ഫ്രെയിമും ഈ മണിക്കൂർ പ്രകാരമുള്ള ക്യാൻഡിൽ ഏത് ക്ലൗഡിന്റെ താഴെയാണോ മുകളിലാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ എതിർവശത്ത്. അങ്ങനെയെങ്കിൽ നെവർ ട്രേഡ്. 2 സാഹചര്യത്തിൽ ട്രേഡ് ഉള്ളൂ. അതിൽ തുടക്കഘട്ടത്തിൽ ഒരേ ഒരു സാഹചര്യം. എന്താണത്? മണിക്കൂർ പ്രകാരവും 4 മണിക്കൂർ പ്രകാരവും 30 മിനിറ്റ് പ്രകാരവും 15 മിനിറ്റ് പ്രകാരവും ക്ലൗഡിന്റെ മുകളിലോ ക്ലൗഡിന്റെ താഴെയോ ഉണ്ടാകണം. വെൻ ഫസ്റ്റ് ക്യാൻഡിൽ മണിക്കൂർ ബേസിൽ ക്ലൗഡിന്റെ മുകളിലോ താഴത്തേക്കോ പുറത്തിറങ്ങിയ സമയത്ത്, എങ്കിൽ മാത്രം കച്ചവടം. എല്ലാ ദിവസവും അവസരം കിട്ടില്ല. ഇങ്ങനെ കൃത്യമായി കണിശമായി നമ്മൾ പാലിച്ചു പോകുമ്പോൾ മാസത്തിൽ 3 അവസരമേ കിട്ടുള്ളൂ എന്ന്. ഒരു ദിവസം 5 മിനിറ്റേ പരമാവധി ചെലവഴിക്കേണ്ടുള്ളൂ. നിങ്ങൾ അധ്വാനിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ മുഖ്യ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന എന്താണോ അതിന്റെ സമയമായി കമ്പയർ ചെയ്താൽ വളരെ മിനിമൽ. അത് കൃത്യമായി പാലിച്ചു പോകണം. മൂവിങ് ആവറേജിലേക്ക് വരുമ്പോൾ ഇതേ റൂള് തന്നെയാണ്. ചെറിയൊരു മാറ്റം, ഏത് ക്ലൗഡിന് വ്യത്യസ്തമായി വരുന്ന ഒരേ ഒരു മാറ്റം ശ്രദ്ധിക്കുക. മൂവിങ് ആവറേജിൽ ടൈം ഫ്രെയിമിൽ മാറ്റം വരും. H1 എന്നതിൽ മൂവിങ് ആവറേജ് 14 എന്ന ഈ ലൈനിന്റെ മുകളിൽ പുതിയൊരു ക്യാൻഡിൽ തുറന്നു എന്ന് വിചാരിക്കും. H1 മണിക്കൂർ പ്രകാരം ഒരു പുതിയ ക്യാൻഡിൽ ക്ലൗഡിന്റെ മൂവിങ് ആവറേജ് എന്ന ലൈനിന്റെ മുകളിൽ തുറന്നപ്പോൾ ഉടനെ ക്ലിക്ക് ചെയ്യേണ്ടത് 30 മിനിറ്റ്. 30 മിനിറ്റ് നോക്കിയപ്പോഴും മൂവിങ് ആവറേജ് 14ന്റെ മുകളിലാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് പ്രകാരവും മൂവിങ് ആവറേജ് 14ന്റെ മുകളിലാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് 5 മിനിറ്റ്സ്. ഏത്? 5 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ. അങ്ങനെ 5 മിനിറ്റ് നോക്കുമ്പോഴും ക്ലൗഡിന്റെ മുകളിലാണ് എങ്കിൽ, മൂവിങ് ആവറേജിന്റെ മുകളിലാണ് എങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് വന്നു തീരുമാനമെടുക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. H1 എന്നതിലാണ് മൂവിങ് ആവറേജ് അടിസ്ഥാനമാക്കി തീരുമാനം. H1 പ്രകാരം മൂവിങ് ആവറേജ് 14ന്റെ മുകളിലേക്ക് ഒരു പുതിയ ക്യാൻഡിൽ തുറന്നപ്പോൾ ട്രെൻഡ് അപ്പാണെന്ന് തിരിച്ചറിഞ്ഞു. സൂചനയാണത്, ഉറപ്പല്ല. ഉറപ്പാക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ടത് H4 ഇല്ല. ഇതില് മൂവിങ് ആവറേജിൽ H4 ഇല്ല. പകരം M30 പോയി ക്ലിക്ക് ചെയ്യുന്നു, M15 പോയി ക്ലിക്ക് ചെയ്യുന്നു, M5 പോയി ക്ലിക്ക് ചെയ്യുന്നു. ആ ക്രമത്തിൽ. അങ്ങനെ എല്ലാ ടൈം ഫ്രെയിമിലും H1 പ്രകാരം പുതിയ ക്യാൻഡിൽ തുടങ്ങിയ സെക്കൻഡിൽ അപ്സൈഡ് ആണെങ്കിൽ 100% ഉറപ്പെന്ന് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാനേ ഇല്ല, അവിടെ കച്ചവടം നടത്തിക്കൊള്ളുക. രണ്ടാമത്തെ സിനാരിയോ H1 പ്രകാരം മൂവിങ് ആവറേജിന്റെ മുകളിൽ M30 നോക്കിയപ്പോൾ താഴെയാണെന്ന് വിചാരിക്കുക. ഉടനെ M15 നോക്കിയപ്പോൾ മുകളിലാണ്, M5 നോക്കിയപ്പോൾ മുകളിലാണ്. അപ്പൊ 3 മുകളിലേക്ക് H1ന്റെ കൂടെ, ഒരു ടൈം ഫ്രെയിം താഴെ. 75% കൺഫർമേഷൻ. സാധാരണ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 1ന് പകരം 0.1, സാധാരണ 10 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 10ന് പകരം 1 ലോട്ടിലേക്ക് ചുരുക്കണം.
പിന്നുള്ള സിനാരിയോ 2 ടൈം ഫ്രെയിം മൂവിങ് ആവറേജിന്റെ മുകളിൽ, 2 ടൈം ഫ്രെയിം മൂവിങ് ആവറേജിന്റെ താഴെ നെവർ ട്രേഡ്. ഒരിക്കലും വേണ്ടെന്ന് കച്ചവടം. നാലാമതൊരു സിനാരിയോ ഉണ്ട്. H1 മാത്രം ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ, ബാക്കി മൂന്നും H1 നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ, അപ്പോഴും നെവർ ട്രേഡ്. ഇത്രയേ ഉള്ളൂ കാര്യം. വീണ്ടും ഞാൻ പറയാം സുഹൃത്തുക്കളെ, എപ്പോഴും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണമെന്നും എപ്പോഴും അവസരം കണ്ടെത്തണമെന്നും അല്ല ഈ ക്ലാസ്സിലെ ലക്ഷ്യം. കണ്ടിന്യൂസ് ട്രേഡിങ്ങിലേക്ക് നിങ്ങളെ തള്ളിവിടുക എന്നത് ഇതിലെ ലക്ഷ്യമേ അല്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് എത്ര സമ്പന്നനാണെങ്കിലും കാലം കഴിയുമ്പോഴേക്ക് ദരിദ്രത്തിലേക്ക് പോകും. അതല്ല, ഉറപ്പുള്ള അവസരം, ക്ഷമയോടെ ഇരിക്കുക. ആ പരിപാടി ഉണ്ടോ, കൺസ്ട്രക്റ്റീവായി നിങ്ങൾ വളർത്തിയെടുക്കും. ഇതാണ് തമ്മിലുള്ള മാറ്റം. അത് കൃത്യമായി തിരിച്ചറിഞ്ഞു പോവുക. സുഹൃത്തുക്കളെ, ഇത് മാത്രം അങ്ങനെ തുടങ്ങല്ല, ഇതിന് നിയമം വേണം. നിങ്ങൾക്ക് വ്യക്തിപരമായി ഫോളോ ചെയ്യാൻ നിയമം വേണം. ആദ്യം ഈ റൂൾസ് പറയുമ്പോൾ ഇതയച്ചു തരുന്ന നോട്ട്സാണെന്ന് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇംപോസിബിൾ, നടക്കാത്ത കാര്യമാണ് ഇത്, എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നത്. പിന്നെയോ, ഇതിനകത്തുള്ള എല്ലാ റൂൾസും ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ എന്താ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഉചിതമായ റൂൾസ് മാത്രം. അതേതാണത്? ഏതാ നിങ്ങൾക്ക് ഉചിതമായ റൂൾസ്? നിങ്ങൾക്ക് വ്യക്തിപരമായി ഇണങ്ങുന്ന റൂളുകളുണ്ട്, അത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് എങ്ങനെയെന്നാണ് ഓരോ റൂൾസും പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ആസ് ഇറ്റ് ഈസ് ഫോളോ ചെയ്യല്ല, വ്യക്തിപരമായി ഇണങ്ങുന്ന റൂളുകളെ നിങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുത്തെഴുതി അത് മാത്രമായി റിയൽ ലൈഫിൽ ഫോളോ ചെയ്യണം. നോക്കൂ, റിമെമ്പർ ദാറ്റ് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ആർ ബോത്ത് സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു കോയിനിന്റെ 2 വശം പോലെയാണ് ഫണ്ടമെന്റലും ടെക്നിക്കലും. രണ്ടും ഉപയോഗിച്ചുകൊണ്ട്, രണ്ടും പ്രകാരം കൃത്യമായി അവസരമെന്ന് ഉറപ്പുള്ളതിനെയാണ് യഥാർത്ഥ ബിസിനസ്സിൽ ഉപയോഗിക്കുക. ഫണ്ടമെന്റലും ടെക്നിക്കലും ഒരു കോയിനിന്റെ 2 വശം പോലെയാണെന്ന്. ഫണ്ടമെന്റൽ അനാലിസിസ് ശ്രദ്ധിക്കണേ. ഫണ്ടമെന്റൽ അനാലിസിസ് ഇൻഫോംസ് അസ് റീസൺ ഫോർ മാർക്കറ്റ് മൂവ്മെന്റ്. മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിലേക്ക് പോയി, എന്തുകൊണ്ട് നാളെ താഴേക്ക് വന്നേക്കാം, അതിന്റെ കാരണമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് കൊണ്ട് കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ട് പറഞ്ഞു മനസ്സിലാവും. വരുന്ന വ്യാഴാഴ്ച റിയൽ ബിസിനസ്സിൽ ഒരാൾ പോലും ട്രേഡ് ചെയ്യില്ല. മുൻകാലങ്ങളിൽ റിയൽ അക്കൗണ്ടുകൾ തുടങ്ങി പൈസ മുടക്കി കച്ചവടം ചെയ്യുന്ന ഒരാൾ പോലും ഈ വ്യാഴാഴ്ച ട്രേഡ് ചെയ്യില്ല. അന്ന് ഒരു ഫണ്ടമെന്റൽ ഉണ്ട്, അമേരിക്കയുടെ GDP അനൗൺസ്മെന്റ്. ആ വാർത്ത വരുമ്പോൾ മാർക്കറ്റ് ഭ്രാന്തമായി ഓടും. അപ്പൊ എന്തുകൊണ്ടെന്ന് ഓടും? അമേരിക്കയുടെ GDP വരുന്നുണ്ട്, വാർത്തയാണ്, ഫണ്ടമെന്റലാണ്. അപ്പൊ എന്തുകൊണ്ട് വില മുകളിലേക്ക് പോകും, എന്തുകൊണ്ട് താഴേക്ക് പോയേക്കാം, അതാണ് ഫണ്ടമെന്റൽ നമുക്ക് അർത്ഥം ഉണ്ടാക്കി തരുന്നത്. ടെക്നിക്കൽ അനാലിസിസോ എന്ത് വിലയ്ക്ക് കച്ചവടം തുടങ്ങണം, ഏത് വിലയ്ക്ക് അവസാനിപ്പിക്കണം. നോക്കൂ, അപ്പൊ എന്തുകൊണ്ട് മുകളിലേക്ക് പോയേക്കാം, അങ്ങനെ മുകളിലേക്ക് പോകുമെങ്കിൽ എവിടെ വെച്ച് വാങ്ങണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഇത് 3ഉം കിട്ടുമ്പോഴാണ് ശരിയായ തീരുമാനം. വില മുകളിലേക്ക് പോയേക്കാം, എന്നാൽ പിന്നെ ഇവിടെ തോന്നുന്ന സ്ഥലത്ത് അങ്ങ് വാങ്ങിയേക്കാം. മുകളിലേക്ക് അങ്ങ് പോയാൽ കുറെ കൂടുതൽ കിട്ടിയാലോ, സ്വപ്നം എന്ന് പറയും. അതല്ല കണക്ക്. ഈ കണക്ക് കിട്ടണം നമുക്ക്. എന്തുകൊണ്ട് വില മുകളിലേക്ക് പോയേക്കും, അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഇത് പൂർണ്ണബോധ്യം എപ്പോൾ കൃത്യമായി കൈ കിട്ടുന്നു അത് തീരുമാനം. ഇല്ലയോ, സംശയമുണ്ട്, മാറി നിൽക്കാന്ന്, ഒരു മുടക്കില്ലല്ലോ. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്നതോ അതിനേക്കാൾ സുരക്ഷിതമായി ലൈവായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പൈസ കിടക്കുന്നു, അത് കളയേണ്ട ആവശ്യമുണ്ടോ? അറിയില്ലെങ്കിൽ മാറി നിൽക്കുക, ഒരു കുഴപ്പമില്ല. അന്ന് ചെയ്യേണ്ട ഒരു കച്ചവടം ചെയ്യേണ്ട, ഈ ഒരു ആശയത്തിലേക്ക് വരണം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫോളോ ദ റൂൾസ്. ഞാൻ എഴുതി വെച്ചേക്കുന്നതല്ല, ഇതിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി ഇണങ്ങുന്ന റൂളുകളെ മാത്രമായി തെരഞ്ഞുപിടിച്ച് അത് മാത്രമായി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് പുതിയ പേപ്പറിലേക്ക് എഴുതി അത് നിങ്ങളുടെ റൂളായിട്ട് വെക്കണം. സുഹൃത്തുക്കളെ, റിയൽ ബിസിനസ്സുകളിലേക്ക് പോകുന്നവർ എപ്പോഴും നല്ലൊരു ശീലം എന്ന് പറയുന്നത് ഒരു ബുക്ക് എപ്പോഴും ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സ്ഥിരമായി ഒരു എക്സലിൽ കൃത്യമായി സൂക്ഷിച്ചു വെച്ച് പോകുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിന് അടിസ്ഥാന കാരണങ്ങൾ, ഇത് നമ്മൾ തുടക്കഘട്ടത്തിലേക്ക് ചെയ്യുമ്പോണ്ടല്ലോ നമുക്കൊരു ഫോർമേഷൻ വരും. അതിൽ വീണ്ടും പറയാണ്, വെൽത്ത് വേലെ ട്രെയിനിങ് പ്രകാരം നിങ്ങൾക്കുള്ള റൂൾ 5 മിനിറ്റാണ് ഉപയോഗിക്കാൻ പാടുള്ള ഒരു ദിവസം. 5 മിനിറ്റ് ഉപയോഗിച്ച് പോകുന്ന ആളെ സംബന്ധിച്ച് ഒരു മാസത്തിൽ 3 അവസരം എന്നതേ നമ്മൾ ലക്ഷ്യമിടുന്നുള്ളൂ. അത് ധാരാളം മതിയെന്ന്. ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിച്ചു പോകാൻ എന്നുള്ള കോൺസെപ്റ്റിൽ എടുത്താൽ ധാരാളം മതി. എത്രയോ കുടുംബങ്ങൾ മുൻകാലങ്ങളിൽ ട്രെയിനിങ് പങ്കെടുത്തവര്, കുടുംബനാഥനും നിങ്ങൾ പലരും സകുടുംബം ട്രെയിനിങ് പങ്കെടുക്കുന്നവരാണ്.
ആ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോകുന്നവർ നിങ്ങൾക്ക് ഒരാളെ ഇത്തരം കാര്യങ്ങൾക്ക് അലോക്കേറ്റ് ഫുൾ ടൈം ചെലവഴിക്കാനില്ലേ അതില് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ആർക്കാണ് 5 മിനിറ്റ് കണ്ടെത്താൻ പറ്റാത്തത്? 5 മിനിറ്റും കണ്ടെത്താൻ പറ്റാത്തവൻ ഇതിലേക്ക് ഇത്തരം കച്ചവടത്തിലേക്ക് വരേണ്ടതില്ല. നോക്കൂ, ഡോണ്ട് ഫോളോ ഓൾ ദ ന്യൂസ്. ശ്രദ്ധിക്കണേ, എല്ലാ വാർത്തകളും ഫോളോ ചെയ്യേണ്ടതില്ല. പേഴ്സണലൈസ് ന്യൂസസ് വിച്ച് ആർ മാച്ചിങ് ടു യുവർ കൺവീനിയൻസ് ആൻഡ് ഫോക്കസ് ഓൺലി ഓൺ ദോസ് ന്യൂസസ്. എല്ലാ ന്യൂസും ഫോളോ ചെയ്യരുത്. പകരം വ്യക്തിപരമായ കൺവീനിയൻസ് ഉള്ള ന്യൂസ് ഫോളോ ചെയ്യണം. അങ്ങനെയുണ്ട് ന്യൂസ്. ലോകത്തെന്തോ ഒരു വാർത്ത വരുന്നു, നമുക്ക് വ്യക്തിപരമായി ഇണങ്ങുന്ന വാർത്ത അങ്ങനെയുണ്ടോ? ഉണ്ട്. നമ്മളുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് ഇണങ്ങുന്ന വാർത്തകൾ എന്നാണ് അതിനർത്ഥം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഷോപ്പ് നടത്തുകയാണ്. നിങ്ങൾക്ക് ആ ഷോപ്പിൽ എല്ലാ ദിവസവും ഫുൾ ടൈം ആളാണ്. മാറി നിൽക്കാൻ സമയമേ ഇല്ല. ഇഷ്ടംപോലെ നിങ്ങളുടെ സ്റ്റേബിൾ വരുമാനമുള്ള മാർഗ്ഗമാണത്. പക്ഷെ ബുധനാഴ്ചകളിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു പ്രത്യേകത കാരണം ഉച്ച കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് കാണാറേയില്ല, കസ്റ്റമേഴ്സ് വരാറുമില്ല. ഉച്ച കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ രീതിയുടെ പ്രത്യേകതയാണ് ബുധനാഴ്ചകളിൽ മാത്രം. അപ്പൊ നിങ്ങൾക്ക് ബുധനാഴ്ചകൾ ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതശൈലി എന്ന് വിചാരിക്കുക, കച്ചവട ശൈലി. ബുധനാഴ്ചകളിൽ മാത്രം വരുന്ന വാർത്തയുണ്ട്. 3rd വർക്കിംഗ് ഡേയ്സിൽ, ആഴ്ചയിലെ 3ാമത്തെ വർക്കിംഗ് ഡേയിൽ വരുന്ന വാർത്തയുണ്ട്. അത് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡാറ്റ, ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ഡാറ്റ എന്ന് പറയും. അമേരിക്കയിൽ ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് കൂടുതലുണ്ടോ കുറവുണ്ടെന്ന് കണക്ക് വരും. അത് ഇൻഡസ്ട്രി, ഏത് എനർജി സെഗ്മെന്റിനെ പൂർണ്ണമായി ബാധിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ഉൾപ്പെടെ നേരിട്ട് ബാധിക്കുന്ന വാർത്തയാണ്. അപ്പൊ നിങ്ങൾക്ക് അവധിയുള്ള ദിവസം അല്ലെങ്കിൽ അവധിയുള്ള സമയത്ത് സ്ഥിരമായി ഈ വാർത്ത വരും. ഈ ബുധനാഴ്ച ക്രൂഡ് ഓയിൽ ഡാറ്റ വന്നപ്പോൾ ആ ഡാറ്റ പ്രമാണിച്ച് ലോകക്രമത്തിൽ സ്റ്റോക്സിൽ, കമ്മോഡിറ്റി എല്ലാത്തിലും വിലയിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്നു. വരുന്ന ബുധനാഴ്ച നിങ്ങളുടെ ജീവിതശൈലി ഏതാണ്? അതേ ബുധനാഴ്ച വാർത്ത വന്നപ്പോൾ അന്ന് എന്ത് മാറ്റം ഉണ്ടായെന്ന് ഫോളോ ചെയ്യുന്നു. അതിന്റെ ശേഷമുള്ള ബുധനാഴ്ചയും ഇതേ പ്രോസസ്സ്. ഒരേ ഒരു വാർത്ത, ഒരുപാട് വാർത്തയൊന്നുമില്ല, ഒറ്റ വാർത്ത. നിങ്ങളുടെ ജീവിതശൈലിക്ക് ഇണങ്ങുന്ന രീതിയിൽ, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന് നിങ്ങൾക്ക് ഉചിതമായ സമയത്തിന് ഉചിതമായ രീതിയിൽ എടുക്കുന്ന സമയം നിങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3, 4, 5 പ്രാവശ്യം ഒബ്സർവേഷൻ എത്തുമ്പോൾ ഒരു ഒരു പാറ്റേൺ രൂപീകരിക്കപ്പെടുകയാണ്. നിങ്ങളുടെ മനസ്സിലൊരു ആശയം വരികയാണ്, ഇതിങ്ങനെ കൂടിയാൽ ഇങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഇതിങ്ങനെ താഴേക്ക് വന്നാൽ മാർക്കറ്റ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. തനിയെ രൂപീകരണം വരികയാണ്. പിന്നീട് നിങ്ങൾക്ക് 4-5 പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഈ വാർത്ത വരുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തനിയെ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. കാരണം അതൊരു ശീലമാകുകയാണ്. അത് ഒറ്റൊരെണ്ണത്തിൽ പകരം ഇന്ന് നിങ്ങൾ ക്രൂഡ് ഓയിൽ ഡാറ്റ, നാളെ നിങ്ങൾ മറ്റൊരു ഡാറ്റ, അതിനുശേഷം റീറ്റെയിൽ സെയിൽസ്, പിന്നെ നോൺ ഫാം പേറൽ, ഒരുപാട് വാർത്തകൾ നിങ്ങൾ വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും, എനിക്ക് അതും അറിയാം, ഇതൊക്കെ അറിയാം, അതൊക്കെ അറിയാം, എല്ലാം അറിയാം. തീരുമാനം എടുക്കുമോ? ഒരു തീരുമാനം എടുക്കില്ല. ശരിയായ തീരുമാനം എടുക്കുന്ന പ്രോസസ്സ് നമ്മൾ സാധാരണക്കാരനായ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്, അല്ലെങ്കിൽ നമ്മളുടെ വീക്ക്നെസ് ആണത്. കൺഫ്യൂസിപ്പെടും. സുഹൃത്തുക്കളെ, തുടക്കക്കാരോട് പ്രത്യേകിച്ച് പറയാണ്, ഏതെങ്കിലും ഒരൊറ്റ വാർത്ത ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സമയത്തുള്ളത് മാത്രം. അതിനുശേഷം ഗ്രാജുവലി ഒരു 1-2 മാസമൊക്കെ ശേഷം രണ്ടാമത്തെ ആഡ് ചെയ്യാം. അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ 3ാമത് ഒരെണ്ണം ചെയ്യാം. കാലക്രമേണ കൺസ്ട്രക്റ്റീവായി വളർത്തി വരിക. സുഹൃത്തുക്കളെ, വളർച്ചയുടെ പാതയിലേ നിങ്ങൾ പോകുള്ളൂ, വേറൊന്നുമില്ല അതില്. അടുത്തത് NFP, GDP, ഫെഡ് സ്പീച്ച്. ഈ 3 ദിവസം കച്ചവടത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുതെന്ന്. എന്താ NFP? നോൺ ഫാം പേറോൾ എന്ന് പറയും. നോൺ ഫാം പേറോൾ എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച അമേരിക്കയിൽ നിന്ന് വരുന്ന കണക്കാണ്. അമേരിക്കയിൽ ഫാമിംഗ് സെക്ടർ ഒഴികെ, ഇത് കാർഷിക മേഖല ഒഴികെ, ബാക്കി എത്ര ആളുകൾക്ക് മറ്റു മേഖലകളിൽ ജോലി കിട്ടി, അതാണ് അവിടുത്തെ കണക്ക് വരും. എല്ലാ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. സുഹൃത്തുക്കളെ, ഈ വാർത്ത വരുന്ന ദിവസം മാർക്കറ്റ് ഒരു സെക്കൻഡ് നേരം കൊണ്ട് കുത്തനെ മുകളിലേക്ക്, അടുത്ത 2 സെക്കൻഡ് കൊണ്ട് നേരെ താഴേക്ക്, പിന്നെയും മുകളിലേക്ക് ഭ്രാന്തമായി ഓടുന്ന മാർക്കറ്റ്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഇട്ടാലും പൈസ നഷ്ടപ്പെടുമെന്ന് ഉറപ്പെന്ന്. അതുപോലെ ഒന്നാണ് GDP. അതാണ് ഈ ആഴ്ച വരുന്നത്. നിങ്ങൾക്ക് ലൈവ് കാണാമല്ലോ. ബുധനാഴ്ച നമ്മുടെ ക്ലാസ് കഴിയും. നിങ്ങളിൽ ചിലരൊക്കെ റിയൽ അക്കൗണ്ട് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. മുൻ ബാച്ചുകളിൽ ട്രെയിനിങ് പഠിച്ചവർ പറഞ്ഞത് പ്രകാരം നിങ്ങൾ പൈസ നിക്ഷേപിച്ചവരുണ്ട്. $50,000 കച്ചവടം തുടങ്ങിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് റിയൽ ബിസിനസ്സിൽ. അങ്ങനെയുള്ളവർക്ക് കൃത്യമായി അറിയാം, ഈ വരുന്ന വ്യാഴാഴ്ച കച്ചവടം ചെയ്യാനേ പാടില്ല. എന്താ കാര്യം? പൈസ പോകുന്നു. അതാണ് ഈ GDP എന്ന വാർത്ത വരികയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് ഈ വ്യാഴാഴ്ച നിങ്ങൾ ലൈവായിട്ട് കാണാം, ഭ്രാന്തമായി മാർക്കറ്റ് ഓടുന്നത്. ഫെഡ് സ്പീച്ച്, അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിന്റെ ചീഫിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ശേഷമുള്ള സ്പീച്ച്. ഈ 3 ദിവസം പൊന്നും കൂടം തരാമെന്ന് പറഞ്ഞാലും
ലോകത്ത് ഒരു മാർക്കറ്റിലും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏതെങ്കിലും മാർക്കറ്റിൽ എന്നെ പ്രൊഡക്റ്റ് ഇത് ബ്രോക്കർ മുഖേന എന്നല്ല പറയുന്നത്. ഒരു മാർക്കറ്റിലും ട്രേഡിംഗ് ഇൻഡസ്ട്രി പങ്കെടുത്തോ പൈസ പോയിരിക്കും. കിട്ടുമെന്നല്ല പറഞ്ഞത് കേട്ടോ, പൈസ പോകുമെന്ന്. അതുകൊണ്ട് ഈ 3 ദിവസം നെവർ ട്രേഡ്. റിമെമ്പർ ദ മാർക്കറ്റ് ആസ് ഓഫ് മേജർ ഫൈവ്സ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ മേജർ 5 കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞല്ലോ. സമയക്രമത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതിന്റെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. ഏത് സമയത്ത് ഏത് രാജ്യത്ത് ഏത് സമയത്ത് എവിടെ അടയ്ക്കും, തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സമയക്രമം കൃത്യമായി മനസ്സിൽ ധാരണ ഉണ്ടാകണം. അതിനെ അടിസ്ഥാനമാക്കിയാണ് 5 മിനിറ്റ് എന്നത് കണ്ടെത്താൻ പോകുന്നത്. 5 മിനിറ്റിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഏത് 5 മിനിറ്റ് എന്നത് വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, റിമെമ്പർ ദ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി ഫ്രം വെയർ ഫണ്ടമെന്റൽ ഈസ് കമ്മിങ് ഫ്രം. ഈ വാർത്ത വരുന്ന രാജ്യങ്ങൾ, ആ രാജ്യത്തിന്റെ ബാക്ക് ബോൺ, അത് നമ്മൾ കച്ചവടം ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റോക്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഐറ്റം ആവട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ആവട്ടെ, എന്തിൽ വില ബാധിക്കുമോ ഇല്ലയോ. അടുത്തത്, നെവർ കോൺസെൻട്രേറ്റ് ഓൺ ദ സ്ട്രേറ്റ് ഫണ്ടമെന്റൽ ഇൻസിഡന്റ്, ഇൻസ്റ്റെഡ് ലുക്ക് ഇൻ ടു ബ്രോഡർ പോസിബിലിറ്റീസ്. നെവർ കോൺസെൻട്രേറ്റ് ഓൺ ദ സ്ട്രേറ്റ് ഫണ്ടമെന്റൽ ഇൻസിഡന്റ്, ഇൻസ്റ്റെഡ് ലുക്ക് ഇൻ ടു ബ്രോഡർ പോസിബിലിറ്റീസ്. കുറെ വാർത്തകളുടെ ഉദാഹരണം പറഞ്ഞില്ലേ. ബെനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ടു, അതല്ല വാർത്ത. ഇലക്ഷന് തൊട്ട് മുൻപ് കൊല്ലപ്പെട്ടു എന്നതാണ് അതിലെ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ. വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് അല്ല കാര്യം. അമേരിക്ക എന്ന വിശ്വാസ തകർച്ച, ബെൻ ബെർണങ്കി അല്ല കാര്യം. ലോകം മുഴുവൻ റിസഷനാണ്. വാർത്ത മറക്കണം, അനുബന്ധ സാഹചര്യം. സോ നെവർ ഫോക്കസ് ഇൻ ടു സ്ട്രേറ്റ് ഫണ്ടമെന്റൽ ഇൻസിഡന്റ്, ലുക്ക് ഇൻ ടു ബ്രോഡർ പോസിബിലിറ്റീസ്. അടുത്തത് അടുത്ത 4 ഒറ്റ ടോപ്പിക്കിലാണ് കേട്ടോ, ആശയത്തിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്ത 4 പോയിന്റുകൾ നോക്കൂ. ഞാനിത് അയച്ചു തരും കേട്ടോ. അയച്ചു തന്നതിന് ശേഷം ഞാൻ തന്നിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമാണെന്നും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള റൂള് നിങ്ങൾ എടുത്തെഴുതണം. ഇത് വായിച്ചു പോകുമ്പോൾ എന്താ പറ്റുമെന്നറിയോ? ഒരാൾ നോക്കിയപ്പോൾ 2 കൃത്യമായി ഫോളോ ചെയ്യാം. വേറൊരാൾ മൊത്തമായി വായിച്ചു നോക്കിയപ്പോൾ പറയണം, ഒരു 6 ഞാൻ സിസ്റ്റമാറ്റിക്കായി ഫോളോ ചെയ്യാൻ എനിക്ക് ഉറപ്പാണ്. 6 എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ 6 നിങ്ങൾ എടുത്തെഴുതുകയും അത് നിങ്ങളുടെ പേഴ്സണൽ റൂളാണ്. 2 എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ആ 2 നിങ്ങളുടെ പേഴ്സണൽ റൂളാണ്. നിർബന്ധമാണത്. അതെന്താ അങ്ങനെ? ഓരോരുത്തർക്കും അത് അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്നറിയോ? പ്രത്യേകിച്ച് നിങ്ങൾ സകുടുംബം ട്രെയിനിങ് പങ്കെടുക്കുന്നവരോട് അഭ്യർത്ഥിക്കുകയാണ്. കുടുംബനാഥൻ പറയുന്നു, ദാ ഈ 4 റൂളങ്ങൾ ഫോളോ ചെയ്തോ ഭംഗിയായിരിക്കും. അത് ആ വ്യക്തിക്ക് മാത്രമേ ഇണങ്ങുള്ളൂ. കുടുംബത്തിലെ നിങ്ങൾ മറ്റംഗങ്ങളോട്, സഹോദരന്മാരോട് ഈ 4 റൂളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം അവരോട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് 4 റൂള് കൃത്യമായി ഫോളോ ചെയ്യാമെന്ന് വിശ്വാസം വരുമ്പോൾ വേറൊരാൾക്ക് 6 ഫോളോ ചെയ്യാമെന്നായിരിക്കും. വേറൊരാൾക്ക് ഇല്ല ഇതിലേക്ക് ആകെ 1 പറ്റുള്ളൂ എന്നായിരിക്കും. അവരവർക്ക് കൃത്യമായി മനസ്സിൽ തോന്നുന്ന ഇതേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നതിനെ ഫോളോ ചെയ്യണം. അല്ലാതെ ഞാൻ പ്രായം കൂടിയ ആളാണ് വീട്ടിലെ, ഞാൻ പറയും പോലെ തീരുമാനിക്കൂ. അത് നമ്മളുടെ സാംസ്കാരികമായി കണ്ട പ്രത്യേകതയായിരിക്കും. മാർക്കറ്റിന് ഇത് യാതൊരു ദാക്ഷിണ്യമില്ല. നിങ്ങൾ പ്രായം കൂടിയ ആളായതുകൊണ്ട് അയാൾ പറയുന്ന പോലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പരിപാടി മാർക്കറ്റിനില്ല കേട്ടോ. ആദ്യം തിരിച്ചറിയാതെ പോകണ്ട. സോ ഈ 4 പോയിന്റുകൾ: ഡിഫൈൻ യുവർ റിസ്ക് ബിഫോർ എൻറ്ററിങ് ദ മാർക്കറ്റ് ആൻഡ് ഷോ ദ ഗട്ട്സ് ടു ആക്സെപ്റ്റ് ദ ലോസ്. നഷ്ടം ആദ്യം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് നഷ്ടം ഡിഫൈൻ ചെയ്ത നഷ്ടത്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ, അതിനുവേണ്ട ഗട്ട്സ് നമ്മൾ കാണിക്കണമെന്ന്. പ്ലേസ് സ്റ്റോപ്പ് ലോസ് ബേസ്ഡ് ഓൺ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ സ്റ്റോപ്പ് ലോസിലാണ് ഞാൻ പഠിപ്പിച്ചത്. അങ്ങനെയല്ല, വളരെ ശാസ്ത്രീയമായ സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും കണ്ടെത്തിക്കൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. അത് നമ്മൾ ഡേ 10 10ാമത്തെ ദിവസത്തുമ്പോഴേ അത് എത്തുള്ളൂ. 10ാമത്തെ ദിവസത്തെ ടോപ്പിക് കൂടിയാണത്, എക്സിറ്റ് പോയിന്റ്സ് എന്നതിൽ അത് വിശദമായി വരുന്നുണ്ട്. ലേൺ ടു ആക്സെപ്റ്റ് ദ ലോസ് വെൻ ഇറ്റ് ഈസ് വെരി സ്മോൾ. നഷ്ടം വളരെ ചെറുതായിരിക്കുമ്പോൾ അവസാനിപ്പിക്കണം. നഷ്ടത്തിനെ വലുതാക്കാൻ വിടരുതെന്ന്. അടുത്തത്, നെവർ പെർമിറ്റ് എ പ്രോഫിറ്റബിൾ പൊസിഷൻ ടു എൻഡ് ഇൻ എ ലോസ്. ലാഭത്തിലുള്ള പൊസിഷനെ നഷ്ടത്തിലേക്ക് തള്ളിവിടരുത് എന്ന്. നെവർ പെർമിറ്റ് പ്രോഫിറ്റബിൾ പൊസിഷൻ ടു എൻഡ് ഇൻ എ ലോസ്. ഈ 4 ഒരു സെറ്റാണ് സുഹൃത്തുക്കളെ. അടിസ്ഥാന തത്വം നഷ്ടത്തിനെ കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ടേ കച്ചവടത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ കുറച്ച് നഷ്ടമുണ്ട്, കാത്തിരിക്കാം. കുറച്ച് ലാഭം വരുമായിരിക്കും, ലാഭത്തിലായിട്ടേ വിൽക്കുള്ളൂ. അപ്പോൾ സമയത്ത് $5-10 നഷ്ടം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞു, ലാഭം കുറച്ച് കാണിച്ചു, അത് നഷ്ടം കുറഞ്ഞു, 10ൽ നിന്ന് 5 കുറഞ്ഞു. അപ്പോൾ വിചാരിച്ചു കുറഞ്ഞു വരുന്നുണ്ട്, പ്രതീക്ഷ കൂടി.
പെട്ടെന്നാണ് നഷ്ടം 100-ലെത്തി. $100 നഷ്ടത്തിയപ്പോൾ മനസ്സിലാലോചിക്കുകയാണ്, 100 നഷ്ടം, അത് വേണ്ട, ഒരു 50 നഷ്ടത്തിയാലും ഞാൻ നിർത്തിക്കോളാം. അപ്പൊ നേരത്തെ 10 നഷ്ടം ഉണ്ടായതാണ്, 10 നഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തീരുമാനിച്ചില്ല, ഇപ്പൊ തീരുമാനിക്കാണ് 50 നിർത്തിയേക്കാന്ന്. അപ്പൊ 50-ന് പകരം പെട്ടെന്ന് നഷ്ടം കുറച്ച് $1 ലാഭം കാണിച്ചു. $1 ലാഭം കാണിച്ചു. പിന്നെ നഷ്ടം എടുക്കാൻ പോവോ? ഇല്ല. കാര്യം എന്താ? ലാഭത്തിലേക്ക് വരാണ്. എന്നാ പിന്നെ കാത്തിരുന്നേക്കാം. അടുത്ത നിമിഷത്തിൽ മാർക്കറ്റ് തിരിച്ചു പോവുകയും ചിലപ്പോൾ $400, $500 നഷ്ടം. ഇത് $1 നഷ്ടവും തീരുമാനിച്ചില്ല, 50 നഷ്ടം എടുത്തില്ല, 100 എടുത്തിപ്പെടുത്തില്ല, ഇപ്പൊ $500 നഷ്ടം. ഇനി എന്താ ചെയ്യുക? ഇനി നിവൃത്തിയില്ല, എനിക്ക് 500 നഷ്ടമൊന്നും പറ്റില്ല, ഞാൻ കാത്തിരിക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. അടുത്ത സ്റ്റെപ്പ് എന്താ? $1000 നഷ്ടം വന്നു, ഉടനെ പോയി പ്രാർത്ഥന തുടങ്ങി, എങ്ങനെയും രക്ഷിക്കണേ, ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങി. സുഹൃത്തുക്കളെ, മാർക്കറ്റ് എന്ന വ്യവസ്ഥയിൽ ഒരുപാട് ആൾ ചെയ്യുന്ന ശുദ്ധമായ അബദ്ധമാണത്. എന്ത്? കൃത്യമായി ഡിഫൈൻ ചെയ്യാതെ തീരുമാനം എടുക്കുക, വരുന്ന സ്ഥലത്ത് വെച്ച് നേരിടാനുള്ള ആത്മധൈര്യം. ഇതെന്താ? യുദ്ധത്തിന് പോകുന്ന യോദ്ധാവോ? റൂൾസ് ബേസ് ആയിരിക്കണമെന്ന്, റൂളില്ലാതെ പരിപാടിയില്ലെന്ന്, തോന്നും പോലെ അഴിച്ചുവിടരുതെന്ന്. അതാണ് അടിസ്ഥാന തത്വം. എക്സിറ്റ് പോയിന്റ്സിൽ കൃത്യമായ കണക്കുൾപ്പെടെ പറഞ്ഞു തരുന്നുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എങ്ങനെ കണക്ക് കൂട്ടുന്ന നിന്ന് വരുന്നുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് ഭാഗം അതാണ്. വില മുകളിലേക്ക് പോയാൽ എവിടെ, താഴത്തേക്ക് പോയാൽ എവിടെ, അത് കണ്ടെത്തുന്നതിന് അടിസ്ഥാനം എന്ത് കേട്ടോ. അത് ഇന്നത്തെ ലാസ്റ്റ് ഭാഗമാണ്. കൺസിഡർ ഓൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഫ്രെയിം. സി, നിങ്ങൾക്ക് വ്യക്തിപരമായ ലൈഫ് സ്റ്റൈൽ, പിന്നെ അവൈലബിലിറ്റി ഓഫ് ടൈം ഫ്രെയിം. അതെന്താണ്? നിങ്ങൾ ഒരാൾ യൂറോപ്പിൽ താമസിക്കുന്ന ആളെന്ന് വിചാരിക്കുക. യൂറോപ്പിൽ താമസിക്കുന്ന ആളോട് രാവിലെ ഇന്ത്യ സമയം 7:30 വരുന്ന വാർത്ത നോക്കാൻ പറഞ്ഞാൽ കഷ്ടത്തിലായിരിക്കും. നിങ്ങൾ വെളുപ്പിന് 3 മണിക്കൊക്കെ വെളുപ്പാങ്കാലത്തായിരിക്കും എഴുന്നേറ്റ് നോക്കി, ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഉള്ള സംഭവമൊക്കെ തീരുമാനം തെറ്റിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന് സമയക്രമത്തിന് ഉചിതമായ കൃത്യമായ രീതിയിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന്, അല്ലാതെ വേണ്ട എന്ന്. അടുത്തത്, റെക്കഗ്നൈസ് വേ ഓഫ് തിങ്കിങ്. റെക്കഗ്നൈസ് യുവർ വേ ഓഫ് തിങ്കിങ്. നാളെ വരാൻ പോകുന്ന ടോപ്പിക്കാണ് വേ ഓഫ് തിങ്കിങ്. സുഹൃത്തുക്കളെ, ഏറ്റവും ശാസ്ത്രീയമായ രീതി ഓഫ് ഇവാലുവേഷൻ. നാളത്തെ ക്ലാസ് നിങ്ങൾ മിസ്സാക്കിയാലുണ്ടല്ലോ, ഈ 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾ പങ്കെടുക്കുന്നത് വെറുതെയാണ്. പിന്നെ കാരണം നിങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്. ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച തിയറിയെയും വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെയും ബ്രിഡ്ജ് ചെയ്യുന്ന റിയൽ ഡിസിഷൻ മേക്കിംഗ്. സൺഡേ ആണ്, പരമാവധി ആളുകൾക്ക് അവധി കിട്ടുമെന്നതുകൊണ്ടാണ് സൺഡേയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷൻ വെച്ചേക്കുന്നത്. എന്നാൽ ചില വ്യക്തികൾക്ക് സൺഡേ ആയതുകൊണ്ട് വേറെ അവധി പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏത് അവധിക്കും പൊക്കോളൂ. ഇന്റർനെറ്റ് ഉണ്ടാകണം, ഇയർഫോൺ ഒരെണ്ണം വെച്ചാൽ എവിടെ ഇരുന്നു ആർക്കും ഉപദ്രവമില്ലാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സെഷൻ. ഒരു കാരണവശാലും നാളത്തെ സെഷൻ മിസ്സാക്കരുത് സുഹൃത്തുക്കളെ. സോ റെക്കഗ്നൈസ് വേ ഓഫ് തിങ്കിങ്. നാളെ നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്ന നെവർ എൻ്റർ ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ലൈവ് ക്യാൻഡിൽ മൂവ്മെന്റ്. എന്ത്? ലൈവ് ക്യാൻഡിലിനെ അടിസ്ഥാനമാക്കി കച്ചവടം ചെയ്യുന്നവർ. ക്ലാസ്സിന് ശേഷം ഇങ്ങനെ ആരും ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ചൂരിലും കിട്ടുകയും നിങ്ങൾ എൻ്റെ മുമ്പിൽ വധിക്കുകയും ചെയ്താൽ അപ്പം ഞാൻ ചൂരിൽ ഉപയോഗിക്കും. കാര്യം എന്താ അറിയോ? ഈ ക്യാൻഡിലിന് ഓന്തിൻ്റെ സ്വഭാവമാണ് സുഹൃത്തുക്കളെ. എപ്പോഴും നിറം മാറും. ലൈവ് ക്യാൻഡിൽ ആദ്യം ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ പച്ച കാണിക്കും. അപ്പം നമ്മൾ പച്ചയാണല്ലോ, വാങ്ങിയേക്കാം, ഭയങ്കര സന്തോഷമായി വാങ്ങാൻ തീരുമാനിച്ചു. അടുത്ത നിമിഷം താഴേക്ക് ചുവപ്പ് കാണിക്കും. അയ്യോ ചുവപ്പ, ഇരുന്തിയും വിൽക്കാൻ പോണോ? കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പച്ച, ചുവപ്പ്, പച്ച, ചുവപ്പ്. ഇതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കടന്ന് തീപ്പാറുക എന്നല്ലാതെ ഒരു തീരുമാനം ഉണ്ടാവില്ല. ലൈവ് ക്യാൻഡിലിന്റെ മാത്രമല്ല, പല പല സംവിധാനങ്ങൾ മാർക്കറ്റിൽ, യൂട്യൂബിലൊക്കെ നിങ്ങൾ പോയാൽ കാക്കത്തുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരും. ക്യാൻഡിലിന്റെ ഷേപ്പ് ഉൾപ്പെടെ നോക്കിക്കൊണ്ട് തീരുമാനം എടുക്കുക. ഹാങ്ങി, ഹാമർ, ഡോജി എന്നൊക്കെ പറഞ്ഞ് ക്യാൻഡിലിന്റെ പേരിട്ട് വിളിക്കുന്നു. ഈ ക്യാൻഡിൽ ഇങ്ങനെ കണ്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് ലാഭം കിട്ടും, ഭയങ്കര സംഭവമായിരിക്കും എന്ന് പറഞ്ഞു തരും. സുഹൃത്തുക്കളെ, ക്യാൻഡിൽസ് ഒക്കെ കഴിഞ്ഞു പോയ സമയത്ത് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ മൂവ്മെന്റ് ഉണ്ടായത് എന്ന് കാണിക്കുന്ന ഉപാധി മാത്രമാണ്. അതാണ് കഴിഞ്ഞു പോയത്. നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് അടുത്തത് ഇങ്ങനെയായിരിക്കുമെന്ന് ഒരു മാനദണ്ഡം ഇല്ല. ഈ സംവിധാനം എപ്പോഴും ഉണ്ടായെന്നറിയും. ഇങ്ങനെ ഈ തരം പഠിപ്പിക്കലൊക്കെ 2008-2007 കാലഘട്ടങ്ങളിൽ, 2006 മുതൽ അങ്ങ് തുടങ്ങിയതാണ്. ഇന്റർനെറ്റിന്റെ പ്രചാരം അല്ലാതെ രീതി വന്നു. 2007-2008 എത്തുമ്പോഴേക്ക് ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരുപാട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഇറങ്ങി വന്നു. ഒരു സ്പോണ്ടേനിയസ് വളർച്ചയായിരുന്നു. ഉള്ള കസ്റ്റമേഴ്സിനെ ഒരുപാട് ആളുകൾ ക്യാൻവാസ് ചെയ്യുന്ന സാഹചര്യം.
കസ്റ്റമേഴ്സിന് കിട്ടാതെ വന്നപ്പോൾ ഉള്ള കസ്റ്റമറെ കൊണ്ട് പരമാവധി കച്ചവടം ചെയ്യിപ്പിക്കാൻ വേണ്ട എളുപ്പ വഴികൾ എന്ത്? ക്യാൻഡിൽസിനെ നോക്കിക്കൊണ്ട് കുറുക്കന്റെ ബുദ്ധിയുള്ള കച്ചവടത്തിന് എങ്ങനെയും കൂട്ടാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായി അന്നുണ്ടാക്കിയെടുത്തതാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വന്നതാണ്. അതിങ്ങനെ പിന്നെയും പല കാലഘട്ടങ്ങളിൽ പലരും യൂട്യൂബിൽ ഇതൊക്കെ ഇങ്ങനെ പോന്നു. ഇപ്പോഴും കുറെ ആളുകൾ അത് കണ്ടുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും കച്ചവടം കണ്ടെത്തുക എന്നല്ല വഴി ചെയ്യേണ്ടത്, ഉറപ്പുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നാണ്. ഇപ്പൊ ലൈവ് ക്യാൻഡിൽ നോക്കിക്കൊണ്ട് നെവർ എവർ ടേക്ക് എനി ഡിസിഷൻ. ഫൈൻഡ് ദ ട്രെൻഡ്, ഫോളോ ദ ട്രെൻഡ്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ട്രെൻഡ് അറിയില്ലയോ, മാറി നിൽക്കുക. ട്രെൻഡ് അറിയുമോ, കച്ചവടം ചെയ്യുക. ഇത്രേ റൂളുള്ളൂ. ട്രെൻഡ് കണ്ടെത്താനുള്ള റൂള് പറഞ്ഞു. 100% ഉറപ്പുള്ളത് കണ്ടെത്താനുള്ള പരിപാടിയും പറഞ്ഞു തന്നു. ഡിസൈഡ് യുവർ ഇൻഡിക്കേറ്റർ ആൻഡ് ഫോളോ ദാറ്റ് വൺ. ഏത്? മൂവിങ് ആവറേജ് പറഞ്ഞു, ഇച്ചിമോക്ക് പഠിപ്പിച്ചു, ഫ്രീസ്റ്റൈൽ പഠിപ്പിച്ചു. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുതെന്ന്. 112 ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റിലുണ്ട്. എല്ലാത്തിനും ഞാൻ പഠിപ്പിച്ചു തരാം. വേണമെങ്കിൽ പൈസ പോകുമെന്ന് എഴുതി ഞാൻ ആദ്യം തരും. അത് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം, എന്നിട്ടേ പറ്റുള്ളൂ എന്ന് മാത്രം. നഷ്ടപ്പെടുമെന്ന്. നമ്പർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് കൂടുന്തോറും ആത്മവിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ട്രേഡാണ്. ട്രേഡ് ഇല്ലാത്ത സമയം ഉണ്ടാവില്ല, പൈസ പോയിരിക്കും. ഉറപ്പെന്ന്, സാധ്യതയല്ല, ഉറപ്പ്. വരുന്ന വ്യാഴാഴ്ച കച്ചവടം ചെയ്യുന്ന എല്ലാവരുടെയും പൈസ പോയിരിക്കുമെന്ന്, സാധ്യതയല്ല, ഉറപ്പെന്ന്. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം നിങ്ങളോടുണ്ട്. പൈസ പോകുമെന്ന് ഉറപ്പുള്ളൊരു വഴി ഉണ്ടെങ്കിൽ അന്ന് കച്ചവടം ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ പ്ലീസ്. ഹലോ. ഒരിക്കലും ചെയ്യരുത്. അങ്ങനത്തെ ദിവസം മാർക്കറ്റിലേക്ക് വരരുത്. അതുകൊണ്ട് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കൂടി ഉപയോഗിക്കല്ല, ഏതെങ്കിലും ഒരെണ്ണം. അതെങ്ങനെ കണ്ടെത്തുക? നാളത്തെ ടോപ്പിക് അതാണ്. വേ ഓഫ് തിങ്കിങ്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്ക് കണക്കാക്കി ആ ചിന്തിക്കുന്ന രീതി കൂടി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഇൻഡിക്കേറ്റർ എന്ന് സ്വതന്ത്രമായി നിങ്ങൾ കണ്ടെത്തിക്കോളും. കൺഫേം ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് ബൈ ചെക്കിംഗ് ഡിഫറെന്റ് പീരിയഡ്സ് എന്ന് പറഞ്ഞില്ലേ? 100% ഉറപ്പുള്ള വഴി കണ്ടെത്താൻ വേണ്ടി ഇച്ചിമോക്കുകയാണെങ്കിൽ ടൈം ഫ്രെയിം 4 മണിക്കൂർ, 1 മണിക്കൂർ, 4 മണിക്കൂർ, 30 മിനിറ്റ്, 15 മിനിറ്റ്. മൂവിങ് ആവറേജ് ആണെങ്കിൽ 1 മണിക്കൂർ, 30 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ്. ആ ടൈം ഫ്രെയിം വെരിഫൈ ചെയ്ത് ഉറപ്പുള്ള അവസരം മാത്രം കണ്ടെത്തി കച്ചവടം. ഡിസൈഡ് ലോട്ട് സൈസ് ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓഫ് കൺഫർമേഷൻ യു റീച്ചസ് ഇൻ. എത്ര ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, എന്നാൽ പിന്നെ മൊത്തം കൂടി പൈസ ചെയ്തേക്കാം. അങ്ങനെയല്ലെന്ന്. എത്ര ശതമാനം ഉറപ്പുണ്ടെന്ന്. 100% ഉറപ്പുണ്ടെങ്കിൽ സാധാരണ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന 1 ലോട്ട് ചെയ്യാം. പകരം നിങ്ങൾക്ക് 75% ഉറപ്പുള്ളൂവെങ്കിൽ 1 ലോട്ട് കച്ചവടം ചെയ്യുന്നവർ 0.1 ചുരുക്കണമെന്ന്. വോളിയത്തിൽ ഒന്നിന് പകരം 0.1 ആക്കണമെന്ന്, ക്വാണ്ടിറ്റി കുറയ്ക്കണമെന്ന്. അപ്പോൾ കൺഫർമേഷൻ എത്ര കിട്ടുന്നുവോ അതടിസ്ഥാനമാക്കിയാണ് ലോട്ട് അലോക്ക് ചെയ്യേണ്ടത്. നെവർ യൂസ് മോർ ദാൻ 10% ഓഫ് ഇക്വിറ്റി ഫോർ ട്രേഡിംഗ്. നമ്മളുടെ ഇക്വിറ്റി എന്ന കോളത്തിൽ ഒരു പൈസ ഉണ്ടാവുമല്ലോ. ആ ഇക്വിറ്റി എന്ന കോളത്തിലുള്ള പൈസയിൽ എത്രയുണ്ടോ അതിന്റെ 10% കൂടുതൽ അറ്റ് എ ടൈം മാർജിൻ എന്ന കോളത്തിൽ ഉപയോഗിക്കരുത്. ട്രേഡിന് നമ്മൾ ഉപയോഗിക്കുന്ന തുകയാണ് മാർജിൻ എന്ന കോളത്തിൽ കാണുക. മാർജിൻ എന്ന കോളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുക കാണുന്നു. അപ്പോ നമ്മളുടെ ഇക്വിറ്റി എന്ന കോളം, ഇക്വിറ്റി എന്നതാണ് യഥാർത്ഥ പൈസ, ബാലൻസ് അല്ല യഥാർത്ഥ, ഇക്വിറ്റിയാണ് യഥാർത്ഥ പൈസ. അപ്പൊ ഇക്വിറ്റി എന്ന കോളത്തിൽ എത്ര തുകയുണ്ടോ അതിന്റെ 10% അറ്റ് എ ടൈം ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിസിപ്ലിൻഡ്. നിങ്ങൾ 100% ഉപയോഗിച്ച് ആരും നിങ്ങളെ വഴക്കുറയൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് സിസ്റ്റം ആയിരിക്കില്ല, ഹൈ റിസ്ക് പ്രോസസ് ആയിരിക്കും, പൈസ നഷ്ടപ്പെടുന്ന ഒരു വഴിയാണത്. ബെറ്റർ നോട്ട് ടു യൂസ് മോർ ദാൻ 1:100 ലിവറേജ്. 1:100 നിങ്ങൾ ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ 1:100 എന്നത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അത് തന്നെ എടുക്കാവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകരുത്. 1:100 എന്നതിന്റെ കാരണം എന്ത്, കണക്കെന്ത്, അത് ഞാൻ പിന്നെ വരുന്നുണ്ട്. അതിന്റെ വാല്യൂ മാത്രം മനസ്സിലാക്കുക. 1:100 എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കച്ചവടം ചെയ്യുന്ന വസ്തുവിന്റെ യഥാർത്ഥ വില എന്തോ അതിന്റെ 100-1 ഭാഗമാണ് പൈസ നമ്മൾ മുടക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ വില 3500 എന്ന് വിചാരിക്കുക. 3500 എന്ന് സാങ്കല്പികം. സോ 3500 ഗോൾഡിന്റെ വില. അങ്ങനെയെങ്കിൽ അത് ഒരു പീസിന്റെ വിലയാണ്, ഒരു ലോട്ടിന്റെ വിലയാണ്, അല്ല ഒരു പീസിന്റെ വിലയാണ്. ഒരു ലോട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ $3,50,000 വേണം. $3,50,000 കയ്യിലുണ്ടെങ്കിലാണ് ഒരു ലോട്ട് ഗോൾഡ് ഫിസിക്കലി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതേ ഗോൾഡ് 3,50,000-ന്റെ 100-1 ഭാഗം ചെലവാക്കിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കച്ചവടം നടത്താമെന്ന്. $3,500 കൊണ്ട് ഒരു ലോട്ട് വലിയ ക്വാണ്ടിറ്റി കച്ചവടം ചെയ്യാമെന്ന്. അതാണ് 1:100 എന്ന കണക്ക്. യഥാർത്ഥ വിലയുടെ
100-ൽ-1 ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കച്ചവടം നടത്താൻ പറ്റും. അപ്പൊ അതെന്തുകൊണ്ട് ഫോളോ ചെയ്യണം? അത്തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് ഈ കണക്കാണ്. ഈ കണക്ക് ഇന്നും നാളത്തേക്കുള്ളതല്ല. സ്റ്റോക്ക് മാർക്കറ്റുകാരും കമ്മോഡിറ്റി മാർക്കറ്റുകാരും ട്രേഡ് എന്ന സംഭവം ഉണ്ടോ, ഈ കണക്കില്ലയോ നിങ്ങൾ പാളും. ഇത് ഇന്നത്തേക്ക് മാത്രമല്ല, സർവ്വകാലത്തും ലൈവായിരിക്കും ഈ കണക്ക്. ശ്രദ്ധിച്ചോളൂ. ഗോൾഡിന്റെ ആവറേജ് മൂവ്മെന്റ് അതാണ് ആദ്യം എഴുതിയേക്കുന്നത്. പിന്നീട് യൂറോയുടെ ആവറേജ് മൂവ്മെന്റ്. എന്താണ് ഈ ആവറേജ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ സ്ക്രീനിൽ തന്നിരിക്കുന്നത് ഗോൾഡ് 15 to 20 $20 ഒരു ദിവസം ആവറേജ് മൂവ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഗോൾഡിന്റെ വില താഴെ പോയപ്പോൾ എവിടം വരെ പോയി, ഇന്ന് ഗോൾഡിന്റെ വില മുകളിൽ പോയപ്പോൾ എവിടം വരെ പോയി, തമ്മിലുള്ള വ്യത്യാസമില്ലേ? ആ വ്യത്യാസം ആവറേജ് എടുത്ത് നോക്കിയാൽ 15-ന്റെയും 20-ന്റെയും ഇടയിലാണ് വരിക എന്ന്. ഇതിപ്പോ തയ്യാറാക്കിയ നോട്ട്സ് അല്ല കേട്ടോ, 2020 തയ്യാറാക്കിയ നോട്ടാണ്. പാൻഡമിക് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുന്നതിന് മുൻപ്, പാൻഡമിക്കിനെ കുറിച്ച് ചർച്ച തുടങ്ങിയ കാലത്ത് തയ്യാറാക്കിയ നോട്ടാണ്. ആ നോട്ട് തന്നെ വെക്കുന്നതിന് കാരണമുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുള്ളൂ. സുഹൃത്തുക്കളെ, അന്ന് ഗോൾഡിന് ഒരു നോർമൽ മൂവ്മെന്റ് ആയിരുന്നു. പാൻഡമിക്കിന് മുമ്പ്, 2020 മുമ്പ് എക്കണോമിക് വളരെ നോർമൽ സിറ്റുവേഷൻ ആയിരുന്ന സമയത്ത് ഗോൾഡിന്റെ വിലയിൽ ഒരു ദിവസത്തെ മൂവ്മെന്റ് $10-ന്റെയും $15-ന്റെയും ഇടയിലായിരുന്നു. അതിനപ്പുറം സാധാരണ അല്ല, അസാധാരണമാണത്. പാൻഡമിക് തുടങ്ങിയപ്പോ ഗോൾഡിന്റെ വിലയിൽ ഭയങ്കര തൈ പിടിച്ച പോലെ ഓട്ടം. ഒരു ദിവസം ഗോൾഡിന്റെ വില $40, $50 മൂവ്മെന്റ്, ആവറേജ് മൂവ്മെന്റ് ഒരു $40 എത്തി. പാൻഡമിക് സ്ഥിരമായി നമ്മളുടെ കൂടെ ഉണ്ട്, ഇതിപ്പോഴൊന്നും മാറില്ല, ഇത് സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യുമെന്ന ഒരു ധാരണയിലേക്ക് എത്തിയപ്പോഴേക്ക് ഗോൾഡിന്റെ മൂവ്മെന്റ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുകയും ചെറുതായി അത് കൺട്രോൾ ചെയ്ത് ഒരു $30-25 കുറഞ്ഞു. 2022 ഫെബ്രുവരി 24 ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ പാൻഡമിക്കിന്റെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. യുദ്ധം കൂടി അങ്ങ് തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, മാർക്കറ്റ് പിന്നെ ഒരു തീപിടുത്തായിരുന്നു. ഓരോ ദിവസവും ഗോൾഡിന്റെ വില $45-50 മുകളിൽ മൂവ്മെന്റ്, വലിയ ചാഞ്ചാട്ടം. സമൂഹത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത്. അപ്പൊ 2 യുദ്ധങ്ങൾ, ലോകത്തിനെ പിടിച്ചു കുലുക്കുന്ന 2 യുദ്ധങ്ങൾ അതുകൂടി തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, ഒരു ദിവസം ഗോൾഡിന്റെ മൂവ്മെന്റ് $60-70 മൂവ്മെന്റ് ആവറേജ്. കമോൺ, ഹ്യൂജ് മൂവ്മെന്റ്. ആ യുദ്ധം ഇപ്പൊ ഒന്നും തീരില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടുമെന്ന് തീരുമാനമായപ്പോൾ പിന്നെയും അത് കൺസോളിഡേറ്റ് ചെയ്ത് വന്നു തുടങ്ങി. ഇപ്പൊ $40-35 എന്നൊക്കെ ഡോളറിന്റെ മൂവ്മെന്റ് ആണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. സമയാസമയത്ത് മാറുമെന്ന്. നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യുന്ന ഓരോ വസ്തുക്കളുടെയും വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടം മാറും. സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾ പലരും ഈ സീസൺ ഭയങ്കര മോശമാണ്, മാർക്കറ്റ് ഒരു ഓട്ടോയിൽ അനങ്ങാതെ നിൽക്കുകയാണ്, വലിയ കാര്യമൊന്നും കിട്ടുന്നൊന്നും ഇല്ലെന്ന്. ചില സമയത്ത് പറയും മാർക്കറ്റ് എന്തോ സംഭവിച്ചു, ഭയങ്കര ഓട്ടാണ്. ചുറ്റുവട്ടം നടക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ. ഉദാഹരണം യൂറോ USD എഴുതിയിരിക്കുന്ന എന്താ കാര്യം? സുഹൃത്തുക്കളെ, അതൊരു ഉദാഹരണം വയ്ക്കാൻ വേണ്ടിയാണ്. പാൻഡമിക്കിന് മുമ്പ്, 2020 മുമ്പ് യൂറോസോൺ രാജ്യങ്ങളിലെ ആക്റ്റീവ് കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരു ദിവസം യൂറോയുടെ ആവറേജ് മൂവ്മെന്റ് 60-80 പിപ്സിന്റെ മൂവ്മെന്റ് ആയിരുന്നു. എന്നാൽ പാൻഡമിക് തുടങ്ങി, രാജ്യങ്ങളുടെ അതിരങ്ങടച്ചു, എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ വെട്ടിക്കുറഞ്ഞു, സഞ്ചാരികളില്ലാതായി, ടൂറിസ്റ്റുകളില്ല, യൂറോയുടെ ഉപയോഗക്രമം വല്ലാതെ കുറഞ്ഞു. ഇത് കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും സഞ്ചാരം ഇതൊന്നും ഇല്ലെങ്കിൽ യൂറോ വെറുതെ ആളുകൾ വാങ്ങിക്കൂട്ടില്ലല്ലോ. അതിന്റെ ക്രയവിക്രയം തനിയെ കുറഞ്ഞു. വോളിയത്തിൽ വലിയ കുറവ് വന്നപ്പോൾ അതിന്റെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. സീസണിൽ യൂറോയുടെ മൂവ്മെന്റ് 40 പിപ്സ് 50 പിപ്സിലേക്ക് കുറഞ്ഞു. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ, യൂറോപ്പിലെ യുദ്ധമായി മാറിയപ്പോൾ മാർക്കറ്റ് യൂറോ വലിയ മൂവ്മെന്റ് ആയി. 100 പിപ്സ് 110 പിപ്സ് ഒക്കെ 90 പിപ്സ് ഓരോ ദിവസവും. അത് താഴത്തേക്കായിരുന്നുവെങ്കിലും അത്രയും 100 പോയിന്റോളം, 110 പോയിന്റ്, 115 പോയിന്റ് ഇതൊക്കെയാണ് ഒരു ദിവസം മൂവ്മെന്റ് ആയിരുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം അതിങ്ങനെ കൺസോൾഡ് ചെയ്തു. പിന്നെയും അത് ഏകദേശം ഒരു 70-80 എന്നതിലേക്ക് മാറി. സുഹൃത്തുക്കളെ, അർത്ഥം സമയാസമയത്ത് ഓരോ മാർക്കറ്റിലും നമ്മൾ കച്ചവടം ചെയ്യുന്നതിലെ ആവറേജ് മൂവ്മെന്റ് മാറും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? ക്ലാസ് 10 ദിവസം കഴിയുമ്പോൾ കഴിയല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് കണ്ടെത്തുക? ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ ഒരു കണക്കുണ്ടാകണം. ആ കണക്ക് പറഞ്ഞു തരുന്നത്. ആ കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രീയമായ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കണക്ക് നിങ്ങൾ മറക്കരുത്, ശ്രദ്ധിച്ചോളൂ. എന്താ കണക്കെന്ന്?
അവസാനത്തെ 5 വർക്കിംഗ് ഡേയ്സ് എവറി മന്തിലെയും മാസത്തിലെ അവസാനത്തിലെ 5 വർക്കിംഗ് ഡേയ്സിന്റെ ആവറേജ് പ്രൈസ് കണ്ടെത്തുക. ഇത്രയേ ഉള്ളൂ കണക്ക്. എങ്ങനെ? മാസത്തിലെ അവസാനത്തെ 5 വർക്കിംഗ് ഡേയ്സിന്റെ ആവറേജ് മൂവ്മെന്റ് എത്രയാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റിൽ, ഇഷ്ടമുള്ള മാർക്കറ്റിൽ. അതാണ് വരാൻ പോകുന്ന മാസത്തിലെ ബഹുഭൂരിപക്ഷ ദിവസങ്ങളിലെയും ആവറേജ് മൂവ്മെന്റ് ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മാസത്തിലെ ലാസ്റ്റ് ദിവസം എന്ന് വിചാരിക്കുക. ഇന്ന് ഗോൾഡിന്റെ ലോവസ്റ്റ് പ്രൈസും ഗോൾഡിന്റെ ഹയസ്റ്റ് പ്രൈസും തമ്മിൽ $15 വ്യത്യാസം. അപ്പൊ ഞാൻ 15 കുറിച്ചു. തൊട്ട് തലേ ദിവസമുള്ള വർക്കിംഗ് ഡേയിൽ ലോവസ്റ്റ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം $20 മാറ്റം. അപ്പൊ 15 + 20 കുറിച്ചു, 35 അങ്ങനെ ലാസ്റ്റ് 5 വർക്കിംഗ് ഡേയ്സ് ഏറ്റവും താഴ്ന്ന വിലയും ഏറ്റവും ഉയർന്ന വിലയും, ഏത് ബോഡി അല്ല കേട്ടോ, ഷാഡോ, ഏറ്റവും താഴെ വര പോയത് മുകളിൽ വര പോയത് അവിടെ വരെ ലോയും ഹൈയും തമ്മിലുള്ള വ്യത്യാസം കുറിക്കുന്നു അവസാനത്തെ 5 വർക്കിംഗ് ഡേയിൽ. എന്നിട്ട് മൊത്തം കൂട്ടുന്നു, കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 5, 5 കൊണ്ട് ഹരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ലാസ്റ്റ് 5 വർക്കിംഗ് ഡേയ്സിന്റെ ആവറേജ് മൂവ്മെന്റ് ആണ് നിങ്ങൾ ഏത് കച്ചവടത്തിൽ ഏത് ക്രമത്തിൽ പോയാലും വരാൻ പോകുന്ന മാസത്തിലെ ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലെയും ആവറേജ് മൂവ്മെന്റ്. ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലെയും ഏതെങ്കിലും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന ദിവസങ്ങൾ ഈ ആവറേജ് ഒക്കെ പൊട്ടിച്ചു പോകും കേട്ടോ. 10 ദിവസങ്ങൾ മാറി നിൽക്കാൻ അറിയാമല്ലോ നമുക്ക്. അത് നിങ്ങൾ പഠിക്കുകയല്ലേ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കണക്ക് ഏത് കാലഘട്ടത്തിലും അക്കത്തിൽ മാറ്റം വരും. ഉദാഹരണത്തിന് ചോദ്യം നിങ്ങളോട്, സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറയാണ്, നിങ്ങൾ ഗോൾഡിന്റെ മൂവ്മെന്റ് ഇപ്പൊ ആവറേജ് 30 പോകുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾ കണ്ട പ്രൈസിൽ നിന്ന് മുകളിലേക്കാണ് ട്രെൻഡ് എന്ന് മനസ്സിലായാൽ വില മുകളിലേക്ക് പോകും, 30 പോയേക്കാം. അപ്പൊ $5 കഴിഞ്ഞാണ് നിങ്ങൾ കച്ചവടമെങ്കിൽ $25 കൂടി മുകളിലേക്ക് പോകും. താഴത്തേക്ക് വന്നാൽ ഇത്രയാണ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഈ $30 താഴെ ആയിരിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിചാരിക്കുക. അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി കുറിച്ചു വെച്ചു, പഠിച്ചു. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഗോൾഡിന്റെ വിലയിലെ ചാഞ്ചാട്ടം 30 പകരം $60 മൂവ്മെന്റ് ആയി. ആവറേജ് മൂവ്മെന്റ് ഓരോ ദിവസവും $60 സ്റ്റോപ്പ് മൂവ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ $60 മൂവ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് $30 മൂവ്മെന്റ് ഉള്ള കാലഘട്ടത്തിൽ പഠിപ്പിച്ചപ്പോൾ ഉള്ളതുപോലെ സ്റ്റോപ്പ് ലോസ് ഇടാൻ തീരുമാനിക്കുന്നു. ഒരു $7 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇല്ലയോ? ഹലോ, ഹിറ്റ് ചെയ്തു. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടുന്ന സമയം മതി, അപ്പോൾ തന്നെ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകും. കാര്യം എന്താ? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യം അതിലെ റൂള്. മാർക്കറ്റിലെ സാഹചര്യം മാറില്ലേ? ഇന്നിപ്പോ ഞാൻ പറഞ്ഞു തരുമ്പോഴാണോ നാളെ രാവിലെ എഴുന്നേറ്റ് ഡൊണാൾഡ് ട്രംപ് വേറൊരു വർത്താനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ക്ലാസ്സിന് പുല്ലുവില. കാരണം ആളാണ് പിന്നെ ലോകം നിയന്ത്രിക്കുന്ന ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആള്. ഒരു കാര്യം പറഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാക്കും. ഇന്നൊരു വേറെ ക്ലാസ്സിൽ ഞാൻ പറയുണ്ടായി, നാളെ ആരും അറിയാതെ ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഒരു ആറ്റം ബോംബ് ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു എന്ന് വിചാരിക്കുക, അതിന്റെ ഇമ്പാക്ട് ചെറുതായിരിക്കും ഏതുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് നാളെ ഇന്ന സ്ഥലത്ത് ബോംബ് ഇടും എന്ന് പറഞ്ഞു വിചാരിക്കുക. ബോംബ് ഇടണ്ട. ബോംബ് ഇടുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ബോംബ് ഇട്ടതിനേക്കാൾ വലുതായിരിക്കും. കാരണം ബോംബ് ഇടും എന്ന് പറയുമ്പോഴേക്കും പാനിക്കായി എന്തൊക്കെയോ സംഭവിക്കും. എന്നാൽ ബോംബ് ഇട്ടതിന് ശേഷം അറിഞ്ഞു വരുമ്പോഴേക്കും സ്ലോ ഇമ്പാക്ട് വരിക. ഇനി അങ്ങനെ പറഞ്ഞു, ബോംബ് ഇടുന്നു പറഞ്ഞു, ഒരിക്കലും ഒട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിലും അതാണ് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആകുക. അപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് മാത്രമാവുന്നില്ല സ്റ്റേറ്റ്മെന്റുകൾ, നമ്മൾ ഈ റേഞ്ചുകളൊക്കെ ബ്രേക്ക് ചെയ്യിക്കും. അങ്ങനെയുള്ള അപകടപരമായ വാർത്തകൾ വരുന്ന ദിവസങ്ങളെ അതുകൊണ്ട് മാറി നിൽക്കണം. അതാണ് ഫണ്ടമെന്റലിന്റെ ആവശ്യം തന്നെ. രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ സുരക്ഷിതമായ അവസരങ്ങൾ മാത്രമായി നിങ്ങൾ തെരഞ്ഞു പിടിക്കുമെന്നാണ് എൻ്റെ പ്രത്യേകത. ഈ റൂൾസ് ഞാൻ അയച്ചു തരും. റൂൾസിന്റെ നോട്ട്സ് കിട്ടിക്കഴിയുമ്പോൾ അത് സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, ഇന്നലത്തെ ക്ലാസ് മിസ്സാക്കിയവർ ഈ സെഷന് ശേഷം ഇന്നലത്തെ സെഷന്റെ റിവിഷൻ പങ്കെടുക്കാൻ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നാളെ ഞായറാഴ്ചയാണല്ലോ, മിക്കവർക്കും അവധിയല്ലേ, ആ ദിവസം നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കുക സുഹൃത്തുക്കളെ. ഒരു പ്രാവശ്യം റിവിഷൻ ഉള്ളൂ, രാവിലെ 9 മണിക്ക്. രാവിലെ 9 മണി മുതൽ തുടർച്ചയായ റിവിഷൻ 6 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് അത് വീണ്ടും ഒരു റീപ്ലേ വരുന്നുണ്ട്, അതിന് പ്രത്യേക സമയക്രമമുണ്ട്. തീരുന്ന മുറയ്ക്ക് അങ്ങനെ പോകും. അപ്പൊ സമയം കിട്ടുമെങ്കിൽ റിവിഷൻസ് പങ്കെടുക്കുക. റിവിഷൻ മെസ്സേജ് അയച്ചു തരും. സുഹൃത്തുക്കളെ, നാളത്തെ സെഷൻ ഒരു കാരണവശാലും നിങ്ങൾ ഒരു സെക്കൻഡ് പോലും താമസിച്ച് കയറരുത്. ട്രേഡിങ്ങിന് മാത്രമല്ല, ബിസിനസ്സിന് മാത്രമല്ല,
റിയൽ ലൈഫിലെ സർവ്വകാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേ ഓഫ് തിങ്കിങ് എന്ന ടോപ്പിക്. സമയത്ത് പങ്കെടുത്തുകൊണ്ട് ജോയിൻ ചെയ്യണം, കൃത്യമായി പങ്കെടുത്തു പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂർ എന്നോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്ത് വേ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഒഫീഷ്യലി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. ഏവർക്കും ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് പാർട്ട് 2 എന്ന ടോപ്പിക്കാണ്, 2ാമത്തെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, നല്ല രീതിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടി 2 പഠനശാഖ എപ്പോഴും ആവശ്യമാണ്. ഒന്ന് ഫണ്ടമെന്റലും മറ്റൊന്ന് ടെക്നിക്കലും. ടെക്നിക്കൽ അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി. ഫ്രീ സ്റ്റൈൽ എന്ന ഒരു കച്ചവട രീതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രേഡ് നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാവരും ട്രേഡ് ഇന്ന് നടത്തി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ് നാളെ മറ്റന്നാളും ട്രേഡ് നടത്താൻ ശ്രമിക്കേണ്ടതില്ല. നാളെ നിങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ ട്രേഡ് നടക്കില്ല, കാരണം അവധി ദിവസമാണ്. ഇനി തിങ്കളാഴ്ചയാണ് ട്രേഡ് നടക്കുള്ളൂ. തിങ്കളാഴ്ചയും നിങ്ങൾ ഫ്രീ സ്റ്റൈലിൽ ഒരു കച്ചവടം നടത്തണം, ചൊവ്വയും നടത്തണം. അങ്ങനെ ദിവസവും നടത്തി പോകുക എന്നതാണ് ഫ്രീ സ്റ്റൈലിൽ ചെയ്തു പോകേണ്ടത്. അസൈൻമെന്റ് മറക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഫണ്ടമെന്റൽ പാർട്ട് 2 എന്നത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞു പോയതിന്റെ മറ്റൊരു വശമാണ്. ഫണ്ടമെന്റൽ പാർട്ട് 1 എന്താ പറഞ്ഞത്? വ്യത്യസ്തമായ വാർത്തകൾ നമ്മൾക്ക് കിട്ടിയാൽ അതെങ്ങനെ വിലയിരുത്തണം, അത് വിലയിരുത്തുമ്പോൾ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് ചിന്തിക്കേണ്ടതിന്റെ പ്രസക്തി എന്ത്, എങ്ങനെയാണ് മറ്റ് ആംഗിളിൽ നിന്ന് ചിന്തിക്കുക, വാർത്ത മറക്കണം, അനുബന്ധ സാഹചര്യങ്ങൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് തീരുമാനം എടുത്താൽ മതിയോ? പോരാ. അതിൻ്റെ കൂടെ നിർബന്ധമായും പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇന്ന് പറയുന്നത്. നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നവരാണെങ്കിലും, ഒരു കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ഒരു കച്ചവടം ചെയ്യാത്തവരാണെങ്കിലും, എന്നെയും നിങ്ങളെയും ലോകത്തുള്ള എല്ലാവരെയും നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികളെ കുറിച്ചാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്. മേജർ 5s ഓഫ് ദ വേൾഡ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. 5 പ്രധാനപ്പെട്ട ശക്തികൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന, ഒരു കച്ചവടം ചെയ്യാതെ വെറുതെ റോഡിൽ കൂടി നടന്നു പോകുന്നവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികൾ. അങ്ങനെ ശക്തിയുണ്ടോ? എന്നെയും നിങ്ങളെയും ലോകത്ത് എവിടെ താമസിക്കുന്നവരെയും നേരിട്ട് ബാധിക്കുന്ന ശക്തി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് എവിടെ താമസിക്കുന്നവരാണെങ്കിലും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട ശക്തികൾ, അത് 5 കറൻസികളാണ്. ഒന്നാമത്തത്, നോട്ട്സ് കുറിക്കുന്ന ശീലമുള്ളവർ ഒന്ന് കുറിക്കണം കേട്ടോ. ഒന്നാമത്തെ കറൻസി US ഡോളർ. എന്നെയും നിങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. എങ്ങനെയെന്ന് ഞാൻ വരുന്നു. രണ്ടാമത്തത് യൂറോ, യൂറോപ്യൻ യൂണിയന്റെ കോമൺ കറൻസി ആകുന്ന യൂറോ. മൂന്നാമത്തത് ബ്രിട്ടീഷ് പൗണ്ട്, UK കറൻസി ആകുന്ന ബ്രിട്ടീഷ് പൗണ്ട്. GBP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. GBP എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. നാലാമത്തത് സ്വിസ് ഫ്രാങ്ക്, സ്വിറ്റ്സർലൻഡിന്റെ കറൻസി ആകുന്ന സ്വിസ് ഫ്രാങ്ക്. അഞ്ചാമത്തത് ജാപ്പനീസ് യെൻ. യഥാർത്ഥത്തിൽ ക്രമത്തിൽ നോക്കിയാൽ ജാപ്പനീസ് യെൻ കഴിഞ്ഞിട്ടാണ് സ്വിസ് ഫ്രാങ്ക് ഇമ്പാക്റ്റിലേക്ക് വരിക. വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നെയും നിങ്ങളെയും ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും, നമ്മൾ എവിടെ ജീവിക്കുന്നു, ഏത് രാജ്യത്താണ്, ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട 5 ശക്തികൾ. 1 US ഡോളർ, 2 യൂറോ, 3 ബ്രിട്ടീഷ് പൗണ്ട്, 4 ജാപ്പനീസ് യെൻ, 5 സ്വിസ് ഫ്രാങ്ക്. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നേരിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത സ്വിസ് ഫ്രാങ്ക് നമ്മളെ ബാധിക്കുമോ? ഉവ്വ്. ഒരു ബിസിനസ് ചെയ്യാത്തവരെയും ബിസിനസ് ചെയ്യുന്നവരെയും വെറുതെ നടക്കുന്നവരെയും ബാധിക്കുമെന്ന് പറയാൻ കാരണം, ഇവരെ മേജർ 5s ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? മേജർ 5s ഓഫ് ദ വേൾഡ്. എന്തുകൊണ്ട് ഇവരെ മേജർ 5s എന്ന് വിളിക്കുന്നു? കാരണം ഈ 5 കറൻസികൾ ലോക കച്ചവട ക്രമത്തിൽ എല്ലാ രാജ്യങ്ങളെയും അവരുടെ സാമ്പത്തിക ശക്തികളെ നേരിട്ട് ബാധിക്കുന്നു. അതെങ്ങനെ? കാരണം ഈ 5 കറൻസികളെ കറൻസി ബാസ്ക്കറ്റ് ഓഫ് ദി വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോക കമ്പോളത്തിലെ എല്ലാ കച്ചവടങ്ങളും ക്രയവിക്രയങ്ങൾക്കും എപ്പോഴും എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന 5 ഐറ്റംസ്. അതെന്താ അങ്ങനെ അവരെ വിളിക്കാൻ കാരണം? എന്തുകൊണ്ട് ഇന്ത്യൻ രൂപ അതിൽ വന്നില്ല? സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളുമായി ഇടപാട് നടത്താൻ വേണ്ടി വിദേശ കരുതൽ ശേഖരമുണ്ട്. വിദേശ കറൻസിയുടെ ഇന്ത്യ രാജ്യത്തുമുണ്ട്. നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾക്ക് കരുതൽ ശേഖരമുണ്ട്.
വിദേശത്ത് സാധനങ്ങൾ വാങ്ങണം. ക്രൂഡ് ഓയിൽ, നമുക്ക് വേണ്ട എണ്ണയുടെ ബഹുഭൂരിപക്ഷം വിദേശത്ത് വാങ്ങുകയാണ്. സ്വർണം, ഇന്ത്യ രാജ്യത്ത് ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം സ്വർണം വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ സ്വാഭാവികമായി കരുതൽ ശേഖരം, ഫോറിൻ കറൻസി കൊടുക്കണം. അമേരിക്കൻ ഡോളർ മാത്രമായി ഇന്ത്യയുടെ ഖജനാവിൽ സൂക്ഷിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് തകർച്ച ഉണ്ടായാൽ അമേരിക്കൻ ഡോളർ മാത്രമാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ അമേരിക്ക തകരുന്ന കൂട്ടത്തിൽ നമ്മളും തകരും. ലോകത്തൊരു രാജ്യത്തിനും സ്വന്തം രാജ്യത്തെ സുരക്ഷിതത്വം മറ്റൊരു രാജ്യത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന സാഹചര്യം ഇഷ്ടമല്ല. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കറൻസിയുടെ റിസർവിലേക്ക് വരുമ്പോൾ ഒറ്റ കറൻസി ഒരു കൂട്ടിവെക്കുന്ന പകരം ഒരു ഗ്രൂപ്പ് ഓഫ് കറൻസികളാണ് വെക്കുന്നത്. അതിനെയാണ് കറൻസി ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ രാജ്യത്തും ഡോളർ മാത്രം സൂക്ഷിക്കുന്നതിന് പകരം യൂറോയും ബ്രിട്ടീഷ് പൗണ്ടും ഒക്കെ ആനുപാതികമായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ കറൻസികളെ സൂക്ഷിക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യയുടെ കറൻസിയാകുന്ന ഇന്ത്യൻ രൂപ റിസർവിലേക്ക് വന്നില്ല? സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന്റെ കറൻസി റിസർവ് കറൻസി എന്ന് വിളിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ രാജ്യം റിസർവ് കൺട്രി ആയിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു രാജ്യത്തിന്റെ കറൻസിയെ റിസർവ് കറൻസിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആ രാജ്യം റിസർവ് രാജ്യമായിരിക്കണം, റിസർവ് കൺട്രി ആയിരിക്കണം. റിസർവ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് വരുന്ന 5 വർഷം മുതൽ 10 വർഷം വരെ ഒരു പുതിയ വരുമാനം കിട്ടിയില്ലെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ട വരുമാനം ഉണ്ടാക്കിയ സാഹചര്യത്തിനെയാണ് റിസർവ് കൺട്രി എന്ന് വിളിക്കുക. വീണ്ടും പറയാം, ഒരു രാജ്യത്തെ ജനതയ്ക്ക് അവിടെ പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല, എന്താ പറയുക, വികസനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അവിടെ ആളുകൾക്കൊന്നും വരുമാനമില്ല എങ്കിലും സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് 5 വർഷം മുതൽ 10 വർഷം വരെ സുരക്ഷിതമായി ജീവിച്ചു പോകാൻ വേണ്ട സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങളെയാണ് റിസർവ് കൺട്രികൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കറൻസികളെയാണ് റിസർവ് കറൻസികൾ എന്ന് വിളിക്കുക. അത്രയും റിസർവ് ഉണ്ടായാൽ മാത്രം ഗ്ലോബൽ റിസർവിലേക്ക് വരുമോ? ഇല്ല. അത് മാത്രം പോരാ, അക്കൂട്ടത്തില് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾക്കും, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പലതും ഒരുപാട് റിസർവ് ഉണ്ട്. സ്വന്തം രാജ്യത്തെ ജനതയ്ക്ക് ഭക്ഷണത്തിന് മാത്രമല്ല, വെള്ളത്തിന് ദൗർബല്യമുള്ള പ്രദേശമായതുകൊണ്ട് വെള്ളവും കരുതൽ ശേഖരത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഇവര് ഗ്ലോബൽ റിസർവിലേക്ക് വന്നില്ല? സുഹൃത്തുക്കളെ, അതിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷൻ തിരിച്ചറിയണം. സ്വന്തം രാജ്യത്തിന് റിസർവ് ഉണ്ടായാൽ മാത്രം പോരാ, ജനാധിപത്യ പ്രക്രിയയിൽ കൂടി തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ഉള്ള സ്ഥലമായിരിക്കണം. ഗൾഫ് രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിന്റെ പ്രത്യേകത മൊണാർക്കിക്കൽ ഭരണമാണ്, രാജ്യഭരണമാണ്. ജനാധിപത്യ പ്രക്രിയ സിസ്റ്റമാറ്റിക് നടക്കുന്നില്ല. ചൈനയുടെ കറൻസി യുവാൻ. ചൈനയുടെ കറൻസി ഇപ്പോൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ചൈനയുമായി കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മേജർ ഷെയറിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും പൂർണ്ണതോതിൽ ചൈനീസ് യുവാൻ ഗ്ലോബൽ റിസർവിലേക്ക് വന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ജനാധിപത്യ പ്രക്രിയ ഇല്ല എന്നതാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോ ജനാധിപത്യ പ്രക്രിയ ഉണ്ടായാൽ തീർന്നു. അപ്പൊ റിസർവ് വേണം, ഡെമോക്രാറ്റിക്കായ സംവിധാനം വേണം. 3, കക്ഷിരാഷ്ട്രീയം മാറുന്നത് കണക്കാക്കി രാജ്യത്തിന്റെ പോളിസികൾ മാറാൻ പാടില്ല. രാജ്യത്തിന്റെ പൊതു സംവിധാനങ്ങൾ അത് ജനറിക്കായി നിൽക്കണം. കൂട്ടത്തിലോ നിയമ സംവിധാനത്തില് ഒരു രാജ്യത്തിന്റെ നിയമം ലോകത്തെ എല്ലാ ജനതയ്ക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും തുല്യനീതി വിഭാവനം കൂടി ചെയ്താൽ മാത്രമേ അതിന് റിസർവ് ഗണത്തിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്തരം സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയവർ അവർക്ക് അനുകൂലമായ രീതിയിൽ നിയമ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ മേജർ 5 എന്ന് വിളിക്കുന്ന 5 കറൻസികൾ ഗ്ലോബൽ റിസർവിലേക്ക് വന്നത്. അല്ലാതെ ഈ 5 കറൻസികൾ കാലാകാലം സമ്പത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നെന്ന് അർത്ഥമില്ല. അതിന് എങ്ങനെയാണ് ഈ 5 കറൻസികൾ മേജർ കറൻസികളായി മാറിയതും റിസർവ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു റിസർവ് ഗണത്തിലേക്ക് വരികയും ഞാനും നിങ്ങളും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ ബാധിച്ചു വരാം? ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യം എന്താ അറിയോ? എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായ റിസർവ് ഉണ്ടായി? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ കറൻസിയാകുന്ന ഇന്ത്യൻ രൂപയെ ഗ്ലോബൽ റിസർവിലേക്ക് വരുത്തിയില്ല? എന്തുകൊണ്ട് നമുക്ക് ആ റിസർവ് ഇല്ല? ഏത് റിസർവ്? സ്വന്തം ജനതയ്ക്ക് 5 വർഷം മുതൽ 10 വർഷം വരെ സുരക്ഷിതമായി ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം, അതിനുള്ള കരുതൽ ശേഖരം എന്തേ നമുക്കില്ലാണ്ടായി പോയി?
ഓരോ രാജ്യവും ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് അവരുടേതായ ഒരു ബാക്ക് ബോൺ ഉണ്ട്, നട്ടെല്ലുണ്ട്. എന്താണ് രാജ്യത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ? അത് രാജ്യത്തിന് മാത്രമല്ല കേട്ടോ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കച്ചവടം നടത്തുമെന്ന് വിചാരിക്കുക. ഒരു കമ്പനിയുടെ ഷെയർസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ആ കമ്പനി നിങ്ങൾ കച്ചവടം ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാൻ സ്വാഭാവികമായും നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആ കമ്പനിയുടെ ബാക്ക് ബോൺ. ഈ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ത്? രാജ്യത്തിന്റെ ബാക്ക് ബോണോ? അങ്ങനെയുണ്ടോ? മനുഷ്യന്മാർക്കല്ലേ ബാക്ക് ബോൺ എന്ന് പറയാ. സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ ബാക്ക് ബോണിനെ കുറിച്ച് പറയാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയാം. നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ ബാക്ക് ബോൺ എന്താണ്? നമ്മളുടെ നാട്ടില് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ എന്താണ്? കൃഷിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങി വെച്ച പഞ്ചവത്സര പദ്ധതികൾ, ആ പഞ്ചവത്സര പദ്ധതിയുടെ ചൂട് പിടിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. നമ്മളുടെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടി. ആ വരുമാനം അവർ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചു. നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചപ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തിന്റെ സർവീസ് മേഖലയിലേക്ക് ജോലി ചെയ്യാൻ പ്രാപ്തരായി മാറി. അങ്ങനെ നമ്മൾ സർവീസ് മേഖലയിലേക്ക് ജോലി ചെയ്യാൻ നമ്മൾ പ്രാപ്തരായപ്പോൾ ഇന്ത്യ രാജ്യത്ത് സർവീസ് മേഖല വലിയ വികസനം ഉണ്ടായി. ഇന്നങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സർവീസ് മേഖലയുടെ സംഭാവന വലുതായി മാറിയിരിക്കുന്നു. ഒരു സീക്വൻസ് ആണ്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കാർഷിക മേഖല വികസിച്ചതും അതിനെ തുടർന്ന് നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയും അത് അടുത്ത തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നും ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷമാകുന്ന ജനത, നമ്പർ ഓഫ് ആളുകളെ നോക്കിയാൽ ഒന്നുകിൽ കൃഷി അനുബന്ധമായ മേഖലയിൽ പ്രവർത്തിച്ചു പോകുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ ബാക്ക് ബോൺ കൃഷി തന്നെ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വെറും മണൽ കൂമ്പാരത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റി. എങ്ങനെയാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അത് സാധിച്ചത്? അതിന്റെ പിറകിൽ ഒരു കഥയുണ്ടല്ലോ. ഒറ്റ കഥയുള്ളൂ. എന്താ കഥ? ക്രൂഡ് ഓയിലാണ് കഥ. മണ്ണിനടിയിൽ നിന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്രൂഡ് ഓയിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയും ആ ക്രൂഡ് ഓയിൽ ലോകത്ത് അങ്ങോളം ഇങ്ങോളം കമ്പോള രൂപത്തിൽ കമ്പോളം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായി നല്ല രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും അതിന്റെ ഭാഗമായി വികസനം ഉണ്ടാക്കിയെടുക്കാനും പറ്റി. ക്രൂഡ് ഓയിലാണ് മിഡിൽ ഈസ്റ്റിന്റെ ബാക്ക് ബോൺ. ഇത് രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇനി നിങ്ങളോടാ ചോദ്യം. തുടങ്ങി വെച്ചതാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഇന്ന് ഫണ്ടമെന്റലാണ് കേട്ടോ. പാർട്ട് 2 റീസണിംഗ് ആണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ആ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പൂർണ്ണ രൂപം നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, നാളത്തെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകട്ടെ. ശനിയാഴ്ച ഞായറാഴ്ചയാണല്ലോ, നാളെ മറ്റന്നാളും. സുഹൃത്തുക്കളെ, ശനി